അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. വോക്ക് വിത്ത് വി സി കമ്മ്യൂണിറ്റിയുടെ വെബിനാർ സീരീസിലെ 22ാമത്തെ വെബിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ വെബിനാറിലേക്ക് സ്വാഗത ഭാഷണത്തിനും ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്താനും വേണ്ടി വോക്ക് വിത്ത് വി സി കമ്മ്യൂണിറ്റിയുടെ രക്ഷാധികാരിയായ വി സി ബാലകൃഷ്ണൻ മാഷെ ക്ഷണിക്കുകയാണ്. താങ്ക് യു അരുൺ രാജ്. നമ്മുടെ ഗ്രൂപ്പിന്റെ 22ാമത്തെ, അരുൺ രാജ് പറഞ്ഞതുപോലെ 22ാമത്തെ ഒരു വെബിനാറാണ്. പാമ്പുകളുടെ ലോകത്തെക്കുറിച്ചാണ് ഈ ആഴ്ചത്തെ വെബിനാർ. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് പാമ്പുകളെ പറ്റിയുള്ള ഒരുപാട് വാർത്തകൾ, പാമ്പ് കടിയേറ്റതിനെ കുറിച്ചുള്ള ഒരുപാട് ഭീതി, മീഡിയയുടെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു റിപ്പോർട്ടിങ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ പലപ്പോഴും ആളുകളെ ഒരു വലിയ ഭീതിയിലാക്കിയിട്ടുണ്ട്. മറ്റ് മുൻ വർഷങ്ങളിൽ ഇല്ലാത്ത വിധം ഈ വർഷം പാമ്പുകടി കൂടുതലാണെന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്രചരണം കൂടി നടക്കുന്നതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ രംഗത്ത് അധികം ഫീൽഡ് നോളജ് ഇല്ലാത്ത ആളുകളും വളരെ ആധികാരികമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും അതിനിടയിലാണ് നമുക്ക് ഏറ്റവും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പാമ്പുകളുടെ ലോകത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് എൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ സന്ദീപ് ദാസ് ആണ്. സന്ദീപ് ദാസ് ഒരു ഹെർപ്പറ്റോളജിസ്റ്റ് ആണ്. അതായത് നമ്മൾ ഉഭയജീവികളുടെയും പാമ്പുകളെയും പറ്റിയൊക്കെ പഠനം നടത്തുന്ന ആളുകളെയാണ് ഹെർപ്പറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ സന്ദീപ് ദാസ് ഈ ഒരു രംഗത്ത് വളരെ ശാസ്ത്രീയമായ ഒരുപാട് പഠനങ്ങൾ നടത്തുകയും വളരെയേറെ ഫീൽഡ് നോളജ് ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ്. സന്ദീപ് പലർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം ആംഫീബിയൻസിനെ കുറിച്ചുള്ള പഠനത്തിലാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നേടി, PhD ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോ കൂടിയാണ് സന്ദീപ്. നമ്മൾ പലരും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ബേർഡിങ്ങിലായിരിക്കും, അല്ലെ പക്ഷി നിരീക്ഷണത്തോടു കൂടിയാണ് പലരും ഈ രംഗത്തേക്കുള്ള വൈൽഡ് ലൈഫ് പഠനങ്ങൾ നടത്തുന്നത്. സന്ദീപും അതുപോലെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തൃശ്ശൂരിലുള്ള കോൾപ്പാടങ്ങളും അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ അത്തരം ആളുകൾക്ക് വളരാനും അല്ലെങ്കിൽ ഫീൽഡിലേക്ക് നിരന്തരമായി പോകാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു അവസരം തൃശ്ശൂർ നൽകുന്ന ഒരു ഏരിയ കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. സന്ദീപ് പിന്നീട് PG ചെയ്യുന്ന സമയത്ത്, ഫറൂഖ് കോളേജിൽ PG ചെയ്യുന്ന സമയത്ത് വളരെ പ്രശസ്തനായ ആംഫീബിയൻ എക്സ്പേർട്ടായ ഉഭയജീവികളെ പറ്റി കൂടുതൽ പഠനം നടത്തുന്ന ഡോക്ടർ അനിൽ സക്രയുമായും അതുപോലെ SD ബിജു തുടങ്ങിയ ഒരുപാട് വളരെ പ്രശസ്തരായ, വളരെ വിദഗ്ധരായ, ഈ രംഗത്ത് പയനിയേഴ്സ് എന്ന് വിളിക്കാവുന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ നിരന്തരമായ ഒരു പ്രചോദനം അല്ലെങ്കിൽ അവരുമായി ഒന്നിച്ചുള്ള പ്രവർത്തനം സന്ദീപിന്റെ പഠനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെയേറെ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ വളരെ നന്നായിട്ട് അത് പഠനത്തിന് വേണ്ടിയുള്ള ഒരു ഫോട്ടോഗ്രാഫി എന്നതിനപ്പുറത്ത് വളരെ ഭംഗിയുള്ള ഫോട്ടോ എടുക്കുന്നതിനും വിദഗ്ധനാണ് സന്ദീപ്. അദ്ദേഹത്തിന്റെ ഫോട്ടോസ് മറ്റു പല വളരെ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള പല മാസികകളിലും പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ മാവേലി തവള എന്ന് പറയുന്ന, അല്ലെ പാതാള തവള എന്ന് പറയുന്ന ഒരു തവള നമ്മുടെ ഇടുക്കി ഭാഗത്തൊക്കെ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇല്ല നമുക്കറിയാം, വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം അല്ലെങ്കിൽ വളരെ ആ ഒരു സമയത്ത് മാത്രം പുറത്തേക്ക് വരികയും അതിനെപ്പറ്റിയുള്ള വളരെ വിദഗ്ധമായ അല്ലെ വിശദമായ പഠനങ്ങൾ നടത്തിയതുകൊണ്ട് ചില സന്ദീപുമായി ബന്ധപ്പെട്ട പലരും സന്ദീപിനെ ഈ ഒരു മാവേലി തവളയുമായി ബന്ധപ്പെടുത്തിയാണ് പലപ്പോഴും പറയാറുള്ളത്. ഒരുപാട് തവളകളുടെയും നമുക്കറിയാം ഈ രംഗത്ത് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉരകജീവികളെ കുറിച്ചും അതുപോലെ ഉഭയജീവികളെ കുറിച്ചുമുള്ള പുതിയ സ്പീഷീസുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിലും സന്ദീപ് ദാസിന് അതിന്റെ പങ്കാളിത്തമുണ്ട്. 25ഓളം പുതിയ സ്പീഷീസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടീമിലെ അംഗം കൂടിയാണ് സന്ദീപ്. അതോടൊപ്പം തന്നെ വളരെ പ്രശസ്തമായ രീതിയിലുള്ള ഒരു ലണ്ടൻ സുവോളജിക്കൽ സൊസൈറ്റിയുടെ എഡ്ജ് ഫെലോ കൂടിയാണ്. പ്രത്യേകിച്ച് ഈ കൺസർവേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്, മാവേലി തവളയുടെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട ആണ് അദ്ദേഹത്തിന് അത് ലഭിക്കുന്നത്. പിന്നെ നമുക്കറിയാം, നമുക്ക് കേരളത്തിലെ സർക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു പാമ്പുകളെ കുറിച്ച് അറിയാനും അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു ആപ്പ് നമ്മൾ പലരും ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കും, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ഒരു സർപ്പ ആപ്പിന്റെ
അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ ഒരു മെമ്പറും അതോടൊപ്പം തന്നെ പാമ്പിനെ പറ്റിയുള്ള ഒരു ട്രെയിനർ അല്ലെ പാമ്പുകളെ കുറിച്ചുള്ള പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്രെയിനർ കൂടിയാണ് സന്ദീപ് ദാസ്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് സന്ദീപ് ദാസിന്റെ ഒരു ക്ലാസ് നമ്മൾ വിത്ത് VC-യുടെ ബാനറിൽ ഒരു വെബിനാർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാതെ പോയി എന്നാണ് ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിക്കുന്നത്. അപ്പോൾ പാമ്പുകളെ കുറിച്ചുള്ള വിശദമായ ഒരു വളരെ നമുക്ക് സമയവും കുറവാണ്, ഒരു 3/4 മണിക്കൂർ ആണ് നമുക്ക് സമയം കിട്ടുക. പിന്നീട് ഒരു 15 മിനിറ്റ് ഇന്ററാക്ഷനുള്ള സമയമായിരിക്കും. വളരെ സ്നേഹത്തോടു കൂടി ഡോക്ടർ സന്ദീപ് ദാസിനെ ഈ വെബിനാറിലേക്ക് ക്ഷണിക്കുകയാണ്. സന്ദീപ്. നമസ്കാരം മാഷ്, താങ്ക് യു. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, വേഗം കിടക്കണം. അപ്പം മാഷ് വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന് നന്ദി. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം പക്ഷികൾ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് തവളകളിലേക്ക് വന്നതിന് കാരണം എന്ന് പറയുന്നത് ഡോക്ടർ അരുൺ സക്രിയാണ്. പിന്നെ ഉരകങ്ങളിലേക്ക് വന്നതിന് നമ്മളെല്ലാവരും അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ജാഫർക്ക അല്ലെങ്കിൽ ഡോക്ടർ ജാഫർ പാലോട്ടിനും വളരെ എന്താ പറയാ ശക്തമായിട്ടുള്ള റോളുണ്ട്. ഈ പക്ഷികളിൽ നിന്ന് ഇതിലേക്ക് വന്ന് ഇതിൽ വർക്ക് ചെയ്യുന്നതിൽ ഈ പറയുന്ന MNHS-നും എല്ലാം ഒരുപാട് റോളുണ്ട്. സർവേ ആണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പക്ഷി സർവേകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ കിട്ടിയ ഒരു അവസരവും എല്ലാം അതിന് സഹായിച്ചിട്ടുണ്ട് എന്ന് ഓർത്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഞാൻ പ്രസന്റ് ചെയ്യാണ്, ഒന്ന് പറയണേ. അത് എനിക്ക് എന്റെ സ്ക്രീൻ കാണില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. വന്നിട്ടുണ്ടോ എന്റെ സ്ക്രീൻ? വന്നിട്ടുണ്ട്. പ്രസന്റേഷൻ ഓക്കെയാണ്, പ്രസന്റേഷൻ ഓക്കെയാണ്. ഓക്കെയാണ്. ഒരു മിനിറ്റ്. ഈ സൈഡിലെ വിൻഡോ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? അത് ഒന്ന് മിനിമൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ கொஞ்சம் സൈഡിലേക്ക് മാറ്റിയാൽ മതി, വലിച്ചു മാറ്റിയാൽ മതി സൈഡിലേക്ക്. അല്ലെങ്കിൽ ഓ സോറി, റെഡി ആയോ? ഇപ്പോഴും ഓക്കെ, ക്ലിയർ ആണ് സന്ദീപ്, ഇപ്പൊ ക്ലിയർ ആണ്. ശരി ശരി ശരി, താങ്ക് യു. നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കവർ ചെയ്യേണ്ട അല്ലെങ്കിൽ ടച്ച് ചെയ്ത് പോകേണ്ട സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു ചെറിയ കൺസൈസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് വേഗത്തിലും പോകുന്നുണ്ടാവും. അപ്പം എവിടെയെങ്കിലും രണ്ടാമത് ആവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊന്നും ഇതിന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ ചില സമയങ്ങളിൽ ഇടയിൽ നിർത്തിക്കൊള്ളാൻ പറയാറുണ്ട്. അപ്പം PC മാഷ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് നല്ല പ്രശ്നം. നമുക്ക് ഒരു 9 മണി വരെ തുടരാം, 15 മിനിറ്റ് ഇന്ററാക്ഷൻ. ഓക്കെ ഡൺ. അപ്പം എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ മിസ്സായി പോവോ കട്ട് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ ഒന്ന് വിളിച്ചേക്കണേ. അനുരാജ് ഒന്ന് പറഞ്ഞോളാം. ഓക്കെ. യെസ്, നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മീഡിയ അതിനെ വളരെയധികം സെൻസേഷണലൈസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എന്താണ് ആക്ച്വൽ സിനാരിയോ എന്നുള്ളത് ഒരു വസ്തുതയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ ഈ പറയുന്ന ഇത്തരത്തിൽ ക്ലാസ്സുകളിലും ഇന്ററാക്റ്റീവ് സെഷൻസിലും ചാനലുകളിലുള്ള പരിപാടികളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അനാവശ്യമായിട്ടുള്ളൊരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അത് വാട്ട്സ് റിയാലിറ്റി എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. 2000 മുതൽ 2019 വരെയുള്ള 20 വർഷത്തെ കാലയളവ് എടുത്താൽ അതിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ആ കാലഘട്ടത്തിലെ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പഠനം വന്നിട്ടുണ്ട്, 1 മില്യൺ സ്നേക്ക് ബൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാലയളവിൽ, ഈ 20 വർഷ കാലയളവിൽ ഇന്ത്യയിൽ ഏതാണ്ട് 1 മില്യൺ ആളുകൾ, 10 ലക്ഷം ആളുകൾ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളത് ഒരു ഇയർലി ആവറേജ് എടുക്കുമ്പോൾ 50,000-നും 60,000-നും ഇടയിൽ ആളുകൾ ഇന്ത്യയിൽ ഒരു വർഷം പാമ്പ് കടിയേറ്റ് മരിക്കുന്നുണ്ട്. അപ്പൊ ഇതേ നമ്പർ നമ്മൾ കേരളത്തിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പത്തെ വേണ്ട ഒരു 5 വർഷം മുമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 150-ന് മുകളിലാണ്. 150-ന് മുകളിൽ മരണം ഉണ്ടാവുന്നുണ്ട്. അത് എന്താ പറയാ, വലുതുമല്ല എന്നാൽ ചെറുതുമല്ല എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതേ കാര്യം ഇന്ത്യ ഒട്ടാകെ എടുക്കുമ്പോൾ 50,000-60,000 ആളുകൾ ഇന്ത്യയിൽ മരണപ്പെടുമ്പോൾ കേരളത്തിൽ ഈ പറയുന്ന 150ഓളം ആളുകളാണ് 5 വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നത്, പാമ്പ് കടി മൂലം മരണപ്പെട്ടിരുന്നു. എന്താണ് ഈ അന്തരം? അല്ലെങ്കിൽ ഇത്രയും വലിയൊരു
വലിയൊരു വ്യത്യാസം എന്താണ് എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനർത്ഥം കേരളത്തിൽ കടികളില്ല എന്നുള്ളതല്ല. നമ്മൾ വാർഷികമായിട്ട് ഇവിടെ ഉണ്ടാവുന്ന പാമ്പ് കടികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 3000-നും 8000-നും ഇടയിൽ പാമ്പ് കടികൾ ഒരു വർഷം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പക്ഷെ അതിൽ വളരെ ചെറിയൊരു ശതമാനമാണ് മരണകാരണമാവുന്നത് എന്നൊരു വസ്തുതയാണ്. അപ്പം അതെന്തുകൊണ്ടാണ് എന്നുള്ളത് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ അതിലേക്ക് വിശദമായിട്ട് വരുന്നുണ്ടെങ്കിലും ഒന്ന് എന്ന് പറയുന്നത്, നമുക്ക് ഒരു പാമ്പ് കടി ഏറ്റാൽ ആശുപത്രിയിൽ പോകാനുള്ള സംവിധാനം കേരളത്തിലുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പക്ഷേ വയനാടോ ഇടുക്കി ജില്ലയോ ഒഴിച്ചാൽ മറ്റെല്ലാ പ്രദേശങ്ങളിലും 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കാവുന്ന ആശുപത്രികളും ആ ആശുപത്രികളിൽ പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടിയ പാമ്പ് കടിയേറ്റ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി പാമ്പ് കടിയേറ്റാൽ ആശുപത്രിയിൽ പോകണമെന്ന ബോധം ഇവിടെ ഉള്ള ആളുകൾക്കുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഈ 5 വർഷം മുമ്പ് 150-ന് മീതെ ആയിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യം. എന്നാൽ ഇന്ന് ഈ കാലയളവിൽ നമ്മൾ 5 വർഷത്തിന് ശേഷം 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ 18 പേര് ആണ് മരണപ്പെട്ടിട്ടുള്ളത്. 18 പേര് എന്ന് പറയുന്നത് ഒരു നമ്പർ തന്നെയാണ് എങ്കിലും മുൻകാലങ്ങളിലെ എണ്ണത്തെ അല്ലെങ്കിൽ നമ്പർ നോക്കുമ്പോൾ താഴേക്ക് വളരെയധികം കാര്യമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പം ഈ നമ്പർ ഇങ്ങനെ വന്നത് ഇപ്പൊ ഒരു 2020 കോവിഡിന് ശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് കോവിഡ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് പറയുന്നത് വനം വകുപ്പിന്റെ സ്നേക്ക് അവയർനെസ് ആൻഡ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് എന്നുള്ളത് മാത്രമല്ല ഒരു ഗൈഡ് ലൈൻ ആണ് ഉണ്ടായത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതാണ്ട് 3500-ലധികം ലൈസൻസ് ഉള്ള റെസ്ക്യൂർമാർ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും മനുഷ്യവാസ പ്രദേശങ്ങളിൽ കയറുന്ന നമ്മുടെ ഇടയിലേക്ക് വരുന്ന പാമ്പുകളെ വനപ്രദേശങ്ങളിലേക്ക് അതല്ലെങ്കിൽ മനുഷ്യവാസമല്ലാത്ത പ്രദേശങ്ങളിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന സർപ്പ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി വരികയുണ്ടായി. അത് പിടിച്ചു മാറ്റി അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇതൊരു കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള എഫേർട്ടിൽ നിന്നുണ്ടാവുന്ന ഒരു റിസൾട്ടാണ്. ഇതുണ്ടാക്കുന്ന അവയർനെസ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു അവയർനെസ് ആണ് ഉണ്ടാവുന്നത്. അതിനോടൊപ്പം ഈ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ആശുപത്രി ഈ സിസ്റ്റം എന്ന് പറയുന്നത്, മറ്റൊന്ന് ഇവിടെ ഈ പാമ്പുകൾ കടിയേറ്റാൽ ആശുപത്രിയിൽ പോകണമെന്ന ബോധം നമ്മുടെ ആൾക്കാരിലുള്ളത്. വേറൊന്ന്, ജീവിത സാഹചര്യം മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിൽ മരണനിരക്ക് കുറയാനുള്ള കാരണം ഉണ്ട്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിലോ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലോ ഉണ്ടാകുന്ന മരണങ്ങളിൽ വലിയൊരു ശതമാനം നിലത്ത് കിടന്നുറങ്ങുന്നവരോ അതല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ ശൗചാലയം ഇല്ലാതെ പുറത്ത് പോകേണ്ട വരുന്നവരോ അതല്ലെങ്കിൽ ബാത്റൂംസ് വീട്ടിൽ നിന്ന് പുറത്തായി ഉള്ള ഇരുട്ടുള്ള പ്രദേശങ്ങളിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ ഇവിടെ പാമ്പ് കടി മൂലമുള്ള മരണം കുറയാനുള്ള കാരണം ഇത്തരത്തിലുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ഇടപെടലും കൂടിയാണ്. അപ്പം കേരള സർക്കാർ വനം വകുപ്പും അതേപോലെ തുടങ്ങിയ സർപ്പ ഇനീഷ്യേറ്റീവ് പിന്നീട് ആരോഗ്യമേഖല ഏറ്റെടുക്കുകയും അവരും ഇതിനോടൊപ്പം ചേരുകയും ഇത്തരത്തിൽ ഒരു മാസീവ് അവയർനെസ് ക്യാമ്പയിൻ, അതേപോലെ ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഡോക്ടർമാർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, ട്രെയിനിങ്സ് ഇതെല്ലാം ഇതിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും കാണാമല്ലോ അല്ലേ? കാണാം. അപ്പം കാണാം. താങ്ക് യു. ഈ ഇടത്ത ഭാഗത്തെ ചിത്രത്തിലുള്ളത് ജിയോളജിക്കൽ ടൈം സ്കെയിലിന്റെ ഒരു കാർട്ടൂണിക് ഇലസ്ട്രേഷൻ ആണ്. അതിൽ ചില പശുക്കളൊക്കെ ഉണ്ടാവും. നല്ല ശ്രമിക്കുക. ഉദ്ദേശിച്ച സംഗതി എന്ന് പറയുന്നത് ഏതാണ്ട് 4.6 ബില്യൺ ഇയേഴ്സ് എഗോ ആദ്യ ജീവൻ ഉണ്ടായി. അത് കഴിഞ്ഞ് പടിപടിയായിട്ട് ഓരോ വിഭാഗങ്ങൾ പരിണമിച്ചു വരുന്നത്. നമ്മളത് പരിണാമപരമായിട്ട് അതിനെ കാണുന്ന ആ ഒരു ടൈം സ്കെയിലിനെയാണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതില് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അതിഥി എന്ന് വിളിക്കുന്നത് പാമ്പുകളെ. ശരിക്കും ആരാണ് അതിഥികൾ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. മനുഷ്യൻ ഈ കഴിഞ്ഞ 70 ലക്ഷം വർഷത്തോളം ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. എന്നാൽ നമ്മളെക്കാട്ടിലും ഒരുപാട് മുന്നേ, ഏതാണ്ട് ജുറാസിക് മുതൽ പാലിയോസീൻ ഇടയിലുള്ള 145 മുതൽ 100 ദശലക്ഷം വർഷം മുന്നേ, 140 to 100 മില്യൺ ഇയേഴ്സ് എഗോ കാലയളവിലാണ്
ഏറ്റവും നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫോസിൽ എവിഡൻസ് വെച്ചിട്ട് പാമ്പുകളുടെ പൂർവികരെന്ന് പറയപ്പെടുന്ന ജീവികൾ നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 2018-19 കാലയളവ് വരെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത് ഇത് ഉടുമ്പ് പോലുള്ള മോസസോറിഡ്സ് വിഭാഗത്തിലുള്ള കടലിലുണ്ടായിരുന്ന ഉരകങ്ങൾ കൈകാലുകൾ ലോപിച്ച് കടൽ പാമ്പ് ഉണ്ടാകുകയും ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ കടലിൽ നിന്ന് കരയിൽ കയറി കരയിലുള്ള പാമ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2019 അർജന്റീനയിലെ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടിയ ചില ഫോസിലുകളും അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല പഠനങ്ങളും കംപ്ലീറ്റ്ലി നമ്മുടെ ഈ പാമ്പുകളെ പരിണാമത്തെ കുറിച്ച് നമുക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടിനെ മാറ്റുന്ന വിധത്തിലായിരുന്നു. മൈക്കൽ കാൽവെൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഇതിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചില ടോക്കുകളെല്ലാം ഓൺലൈനിലും യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്, സാധിക്കുമെങ്കിൽ കാണണം. ഭയങ്കര രസകരമായിട്ട് പരിണാമത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്, ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തിൽ. അതായത് ഒരു ഗവേഷകനാവട്ടെ, ഒരു ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളാവട്ടെ, അല്ലെങ്കിൽ ഇതൊരു സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തിൽ പറയുന്ന ഒരുപാട് ടോക്കുകൾ അവൈലബിൾ ആണ്, സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പം ഈ 2011 വന്ന പഠനം, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചൊരു ഫോസിൽ, ഈ അർജന്റീനിയൻ പ്രദേശങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ച ഫോസിൽ എന്ന് പറയുന്നത് അരണ വിഭാഗത്തിലുള്ള എന്നാൽ ചെറിയ കാലുകളുള്ള പാമ്പുകളെ പോലിരിക്കുന്ന ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള വെർട്ടിബ്രയുള്ള ജീവികളാണ്. അപ്പൊ ഈ പാമ്പുകളുടെ പരിണാമത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഈ നീളത്തിലുള്ള ബോഡി പരിണമിച്ചു എന്നുള്ളതായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് ഫോസിൽ പഠനങ്ങൾ പറയുന്നത് ഇവരുടെ തലയും ഈ ശരീരാകൃതിയും ആണ് ഇതിനെ ഇത്തരത്തിലുള്ള ഒരു ജീവിത രീതിയിലേക്ക് പരിണമിച്ച് അല്ലെങ്കിൽ പരിണാമം എത്തിച്ചത് എന്നുള്ളത് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ പിൻകാലുകൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ചെറിയ കാലുകൾ, മുൻകാലുകളും പിൻകാലുകളും ഉണ്ടായിരുന്ന അരണ പോലുള്ള ജീവികളിൽ നിന്ന് അവരിൽ നിന്നാണ് കൈകാലുകൾ ലോപിച്ച് പാമ്പുകൾ ഉണ്ടാകുന്നത്. അപ്പം ഏതാണ്ട് 100 ദശലക്ഷം വർഷം മുന്നേ, ജുറാസിക് കാലഘട്ടത്തിൽ എന്ന് നമ്മൾ പറയുന്നു, ഈ കാലയളവിൽ പരിണമിക്കുകയും ലോകത്തിന്റെ പല പ്രദേശങ്ങളിലേക്ക് എത്തുകയും പല രീതിയിൽ പരിണമിച്ചുകൊണ്ടിരുന്ന അവരിൽ എപ്പോഴോ ഇതിൽ ഏതാണ്ട് 70, 50, 60 ആ മില്യൺ ദശലക്ഷം വർഷം മുന്നേ വെനം പരിണമിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഈ വെനം കുത്തിവെക്കാൻ അത് ഇരയുടെ ശരീരത്തിലേക്ക് ഇറക്കി വിഷപ്പല്ലിലൂടെ കുത്തിവെക്കാൻ അവര് പരിണമിച്ചിട്ട്, അല്ലെങ്കിൽ അത് വളരെയധികം ഫങ്ഷണൽ ആയിട്ട് ഏതാണ്ട് 20 ദശലക്ഷം വർഷമായിട്ടുള്ളൂ എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും വെനം എന്ന് പറയുന്ന ഈ പാമ്പുകൾ ഇരയെ കീഴ്പ്പെടുത്താൻ, പൂർവ്വമായിട്ട് ശത്രുക്കളെ തുരത്താൻ ഉപയോഗിക്കുന്ന ഈ വെനം എഫിഷ്യന്റ്ലി ഈ പറയുന്ന ജീവികളെ കുത്തിവെക്കാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ഫാങ്സ്, വിഷപ്പല്ലുകൾ പരിണമിച്ചത്. സിറിഞ്ച് പോലെ നേർത്ത അറ്റത്ത് സ്ലിറ്റുള്ള ഈ വെനം ഡക്റ്റ് വന്ന് അതിലൂടെ വിഷം ഇഞ്ചക്ട് ചെയ്യാൻ തരുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു പരിണാമം ഉണ്ടായിട്ടുള്ളത് 20 ദശലക്ഷം വർഷം മുന്നേ എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും ഇത് എന്തിനാ, ഇരയെ കീഴ്പ്പെടുത്താനും ദഹിപ്പിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. അതുവരെ നമ്മൾ മലമ്പാമ്പും മറ്റു പാമ്പുകളും ഉള്ള പോലെ കടിക്കുകയും കോയിൽ ചെയ്യുകയും സഫോക്കേറ്റ് ചെയ്യുകയും ശ്വാസം മുട്ടിച്ചും കൊന്നും ആണ് ആഹരിച്ചിരുന്നത്. എന്ന പരിണാമത്തിന്റെ പാതയിൽ ഇത് ദഹന പ്രക്രിയയെ സഹായിക്കാനും, അതുപോലെ പെട്ടെന്ന് ഓടി അകലുന്ന രക്ഷപ്പെടുന്ന ജീവികളെ കടിച്ചു കഴിഞ്ഞാൽ ഇവർ പോയി അടുത്ത് തന്നെ ചത്ത് വീഴുന്ന തരത്തിൽ ഇത് പരിണമിക്കാനും തുടങ്ങി. പ്രധാനമായും ഇരയെ കീഴ്പ്പെടുത്താൻ എന്ന് പറയുമ്പോഴും ഒരു വിഭാഗം പാമ്പുകളിൽ ഇവരുടെ വെനം പരിണമിച്ചത് ശത്രുക്കളെ എതിരെയായിട്ടും പരിണമിച്ചിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഇര പിടിക്കാൻ എന്ന് നമ്മൾ പറയുമ്പോഴും വേറൊരു ഒരു വിഭാഗത്തിൽ സ്പെസിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പിറ്റിംഗ് കോബ്രാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിഷം തുപ്പാൻ കഴിയുന്ന ജീവികൾ. അപ്പൊ അത് ഈ സ്പിറ്റിംഗ് കോബ്രാസിന്റെ പരിണാമം എടുക്കുമ്പോൾ അതിൽ ഈ സ്പിറ്റിംഗ് എവിടെ പരിണമിച്ചു എന്ന് പറയുമ്പോൾ വളരെ രസകരമായിട്ട് വളരെ വലിയ ശാസ്ത്ര മാഗസിനുകളിൽ വന്നിട്ടുള്ള പഠനങ്ങളാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ 1-2 വളരെ രസകരമായിട്ടുള്ള പഠനങ്ങൾ വന്നത്. അപ്പൊ ആഫ്രിക്കൻ പ്രദേശങ്ങളിലാണ് ഈ സ്പിറ്റ് ചെയ്യുന്ന, വിഷം തുപ്പുന്ന മൂർഖൻ, അത്തരത്തിൽ കോബ്രാസ് ആദ്യം പരിണമിച്ചത്. അത് ഏതാണ്ട് 7 മുതൽ 12 മില്യൺ ഇയേഴ്സ് എഗോ മനുഷ്യന്റെ പരിണാമത്തോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പം ബൈപിഡൽ സ്വഭാവം, 2 കാലിൽ നിൽക്കുന്ന ഏർലി ഹോമിനിഡ്സ്, പ്രൈമേറ്റ്സിന്റെ പരിണാമത്തോട് ചേർത്ത് വായിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് ഒരുമിച്ചാണ് ഈ സ്പിറ്റ് ചെയ്യുന്ന സ്വഭാവം ഇവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പോസിബിൾ റീസൺസ് എന്ന് പറയുന്നത് ഈ ബൈപിഡൽ സ്വഭാവം കാണിക്കുന്ന ഏർലി ഹോമിനിഡ്സ് ആയിട്ടുള്ള പ്രൈമേറ്റ്സ് പാമ്പുകൾ വിഷമുള്ള ജീവികളാണെന്നും ഉപദ്രവകാരികളാണെങ്കിലും പ്രശ്നമാണെന്നും ഉള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവർ കല്ലുപയോഗിച്ചോ വെപ്പൺസ് ഉപയോഗിച്ചോ ഇതിനെ കൊല്ലുന്ന, അല്ലെങ്കിൽ ഇതിനെതിരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവര് അതിനെ പ്രതിരോധിക്കാനായിട്ട് അത്തരത്തിൽ വിഷം തുപ്പാൻ കഴിയുന്ന തരത്തിലുള്ള വിഷപ്പല്ലുകളും
ഈ വിഷം കണ്ണിലോ അതല്ല മുറിവുകളിലോ ഒക്കെ വീണാൽ അത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു കണ്ടന്റ്, ഒരു പൊട്ടൻസി പരിണമിക്കുകയുണ്ടായിരുന്നു. അപ്പൊ അവരിൽ വിഷം എന്ന് പറയുന്നത് എല്ലാത്തിലും വിഷം അത്തരത്തിലാണ് ഇഞ്ചക്ട് ചെയ്ത് ആണ് പ്രശ്നം വരുന്നതെങ്കിലും ഈ ഒരു വിഭാഗത്തെ ഈ സ്പിറ്റിംഗ് കോബ്രാസ് വിഷം തുപ്പിയാൽ അത് നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടെങ്കിൽ വരെ അത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ, അല്ലെങ്കിൽ കണ്ണിലാണെങ്കിൽ കൃത്യമായിട്ട് കണ്ണുകളിലേക്ക് തുപ്പുന്ന പോലെയാണ് അത് പരിണമിച്ചിട്ടുള്ളത്. ഇപ്പൊ കണ്ണുകളിലേക്ക് തുപ്പുക എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, ഇവരുടെ ഇരയായിട്ടുള്ള ജീവികൾ അത്രയും വലിയ ജീവികളൊന്നും ഒരു കഴിക്കില്ല. അപ്പൊ ഇറ്റ് ഇസ് സ്ട്രിക്ട്ലി ഫോർ ഡിഫൻസ്. പറഞ്ഞു വന്നത്, ഏതാണ്ട് 100 ദശലക്ഷം വർഷം മുന്നേ ഇവിടെ വന്നവരാണ് പാമ്പുകൾ. ശരിക്കും അതിഥികൾ എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മുടെ ഇടയിൽ ജീവിക്കാൻ അഡാപ്റ്റ് ചെയ്ത് നമ്മുടെ ഇടയിൽ ഇവോൾവ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചു. ഇന്ന് ഇവർക്ക് വേണ്ട ഭക്ഷണം ആവശ്യത്തിലധികം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ നമ്മുടെ ചുറ്റുപാടും തന്നെ കാണുന്നു. വനപ്രദേശങ്ങളിലൊക്കെ പാമ്പുകൾ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ മറ്റൊരു പ്രധാനമായിട്ടുള്ള മിസ്കൺസെപ്റ്റ് എന്ന് പറയുന്നത് കാട്ടിലാണ് പാമ്പുകളെല്ലാം, അത് നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അവിടെ തെറ്റാണ്. അതിൽ വീണ്ടും പറയാൻ ആഗ്രഹിക്കുക, ഈ പറയുന്ന നമുക്ക് ഇന്ത്യയിൽ ഏതാണ്ട് 350ഓളം പാമ്പുകളുണ്ട്, കേരളത്തിൽ 130ലധികം പാമ്പുകളുണ്ട്. ഇതിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ബിഗ് 4 എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് കൂടാതെ ചില പാമ്പുകൾ, ഇത് കൂടുതലും കാണുന്നത് മനുഷ്യവാസ പ്രദേശങ്ങളിലാണ്. ആവശ്യത്തിലധികം ഭക്ഷണം ഇവിടെ ഉണ്ട്, അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മുടെ ഇടയിൽ തന്നെയാണ് ഇവരെ കാണുന്നത്. അല്ലാണ്ട് വനത്തിനകത്തുനിന്ന് ചൂട് കൂടിയിട്ടോ അല്ലെങ്കിൽ വെള്ളമില്ലാഞ്ഞിട്ടോ ഈ പറയുന്ന പോലെയുള്ള പാമ്പുകൾ കാട്ടിനകത്തു നിന്ന് എല്ലാം കൂടി കൂട്ടമായിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ നാട്ടിനകത്തും നമ്മുടെ വീടുകൾക്കിടയിലും നമ്മുടെ ഇടയിലും ജീവിക്കുന്നത് അങ്ങനെയല്ല എന്നുള്ളത് വസ്തുതയാണ്. പാമ്പുകളുടെ പരിണാമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് പറയുമ്പോൾ അത് ഒരു ഇറ്റ് ഇസ് എ പ്രേ ആസ് വെൽ ആസ് എ പ്രെഡേറ്റർ. ആഹാര ശൃംഖലയിൽ ഇരയായും ഇരപിടിയന്മാരായിട്ടും വർത്തിക്കുന്ന ജീവികളാണ്. ഇപ്പം എലികളെ നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത്, നമ്മളെല്ലാം നമ്മുടെ പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. ഒബ്വിയസ്ലി ഒരു ആന്ത്രപ്പോ സെൻട്രിക് ആയിട്ടുള്ള മനുഷ്യേന്ദ്രീയതമായിട്ടുള്ള സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ടുള്ള സംരക്ഷണം പോസിബിൾ അല്ല. അപ്പൊ വി ലുക്ക് അറ്റ് ഇറ്റ് ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ് ഓൾ ദ ടൈം. ഒരു എക്കണോമിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യൻ എന്ത് ഗുണം എന്നുള്ളത് അത്തരത്തിൽ നോക്കുമ്പോൾ തന്നെ എലിപ്പനി പോലെയുള്ള ഒരുപാട് സാംക്രമിക രോഗങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പടർത്തുന്ന അനിയന്ത്രിതമായിട്ട് തെറ്റുപെരുകുന്ന ജീവികളെ കൃത്യമായി കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിൽ പാമ്പുകൾക്കുള്ള പങ്ക് ചെറുതല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ അൺകൺട്രോൾഡ് കില്ലിംഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതും സംരക്ഷണ പട്ടികയിൽ ഇത് വരുന്നതും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. കേരളത്തില് എന്തുകൊണ്ട് പാമ്പുകടി മരണങ്ങൾ കുറയുന്നു എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആശുപത്രികളുണ്ട്, ഡോക്ടർമാരുണ്ട്, ഈ റെസ്ക്യൂ സംവിധാനങ്ങളുണ്ട്, ആളുകൾക്ക് അവബോധമുണ്ട്, അവബോധം കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ കൾച്ചറൽ ആയിട്ടുള്ള പ്രാക്ടീസസ്, സർപ്പക്കാവുകൾ പോലെയുള്ള പ്രാക്ടീസസ് നമുക്ക് സദേൺ സെൻട്രൽ അല്ലെങ്കിൽ മധ്യ കേരളം, തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്ന് കാവുകളെല്ലാം ചുരുങ്ങി ഓൾമോസ്റ്റ് ഇല്ലാത്ത അവസ്ഥയിലാവുന്നുണ്ട്. എന്നാൽ തെക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു ശതമാനം പ്രദേശങ്ങളിലും കാവുകൾ അന്നത്തെ മുൻകാലങ്ങളിലെ പോലെ നിലനിൽക്കുന്നുണ്ട്. ഇനി ഈ നമ്മൾ പോപ്പുലേഷൻ കൂടുകയും സ്ഥലം ആവശ്യമാകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതൊക്കെ എത്ര കാലം നിൽക്കും എന്നുള്ളതും പ്രശ്നം കൂടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തും നമ്മുടെ ഇവിടെ ഇതുമായിട്ടുള്ളൊരു നെഗറ്റീവ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് കുറവാണെന്ന് തന്നെ പറയാം. ഇതൊക്കെ ഈ ആണ് വസ്തുത, ഡാറ്റ എന്നിരിക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3000 മുതൽ 8000 കടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ ശതമാനമാണ് മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ വലിയൊരു ശതമാനം കേസുകളും ഡോക്ടർമാരെ രക്ഷിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇനി ഇതിൽ വലിയൊരു ശതമാനം, ഈ പറയുന്ന കടികൾ വരുന്നതിൽ വലിയൊരു ശതമാനം നോൺ വെനമസ് ബൈറ്റ്സ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ പല ചാനലുകളും, എനിക്ക് തോന്നുന്നു ബിഗ് ടി വി ഒക്കെ ആണെന്ന് തോന്നുന്നത്, ഇത് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ആളുകളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നൽകിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിലുണ്ടായത് 32 കടി 18 കടി ഓരോ ദിവസവും ഇങ്ങനെ ഇറക്കാണ്. അപ്പൊ അതിൽ ഒരു ദിവസം നമ്മൾ പല ഈ റെസ്ക്യൂ ചെയ്യുന്നവരും അല്ലാത്തവരും ആയിട്ടുള്ള ആളുകൾ വിളിച്ച് ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ അതിൽ ഈ 23 22 ഉണ്ടായിരുന്ന ഒരു ദിവസം ഏതോ ഒരു 1 2 മാത്രമാണ് വിഷമുള്ള പാമ്പ് കടിച്ചിട്ടുള്ളത്. അത് രണ്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാം വിഷമില്ലാത്ത പാമ്പുകൾ കടിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ കുറ്റം പറയാൻ പറ്റില്ല. ജീവഭയം, മരണഭയം ഒക്കെ ഉള്ള സ്ഥിതിയിൽ ഇത് കാണുമ്പോൾ ഒരു പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പം ഇതില് റെസ്ക്യൂ ചെയ്യുന്ന സർപ്പയുടെ സുഹൃത്തുക്കൾ കുറച്ച് പേര് ജോയിൻ ചെയ്ത് ഞാൻ കണ്ടിരുന്നു. അതായത് ഒരു സാധാരണഗതിക്ക് ഒരു ദിവസം 2 മുതൽ
പരമാവധി 10 കോളുകൾ വരുന്ന കേസിൽ ഇന്ന് നമുക്കറിയുന്ന പലർക്കും ഇപ്പം തൃശ്ശൂർ ഉള്ള ദിവസങ്ങളിൽ ഞാനും റെസ്ക്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാറുണ്ട് ജോജുവിന്റെ കൂടെയൊക്കെ. 100-ലധികം കോളുകളാണ്. ഒരു ദിവസം രാവിലെ ഒരു ഇവിടെ തൃശ്ശൂരിന്റെ വീടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറം മണ്ണുത്തിക്ക് ഞങ്ങളുടെ ഒരു കോള് വന്ന് പോയിട്ട് അന്ന് 7 മണിക്ക് പോയിട്ട് ഏതാണ്ട് ഒരു 12 മണി വരെ നമ്മൾ രണ്ടുപേരും ഒരു 10-25 വീടുകളിൽ കയറേണ്ടി വന്നു. അതിൽ ഒരു കേസ് മാത്രമാണ് ഒരു മലമ്പാമ്പ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലായിടത്തും പാമ്പ് വന്നു, പടം പൊഴിച്ചു, അതല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പുകൾ. ഈ ആളുകളുടെ കൺസേണിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ മീഡിയ ഉണ്ടാക്കിയ ഒരു ഭീതി എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ആശങ്കാജനകമാണ്. പലയിടത്തും കൊല്ലാൻ ശ്രമിച്ച് കടി കിട്ടിയ കേസുകൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഒന്നും കൂടി അവതരിപ്പിക്കുന്നു. ഓൾ ദ ബിഗ് ഫോർ venomous snakes present in the states are also found in or are common in human dominated landscapes rather than in forested areas. കേരള വനം വകുപ്പിന്റെ സർപ്പ ഗൈഡ് ലൈൻ, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഇൻസിഡൻസ് ആണ്. 2019 നവംബറിൽ വയനാട്ടിലുണ്ടായ ശൈലാശരന്റെ ക്രേറ്റ് കടിക്കുകയും സ്കൂളിൽ വെച്ച് കടിക്കുകയും അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെയും അല്ലെങ്കിൽ എന്തെങ്കിലും കടിച്ചു എന്നുള്ളത് മനസ്സിലാകാതെ ആ കുട്ടി മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പുതുക്കാട് ഉണ്ടായ കേസും സമാനമായിട്ടുള്ള സംഭവമാണ്. അവര് വയറുവേദനയും ഇത് പാമ്പ് കടിച്ചതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അത് ആരുടെയും കുഴപ്പമോ ഇതൊന്നുമല്ല. ഇത് നന്നേ ചെറിയ പാമ്പാണ്, നന്നേ ചെറിയ വിഷപ്പല്ലാണ്, പലപ്പോഴും ഉറുമ്പ് കടിക്കുന്ന പോലെയുള്ള അവസ്ഥയാണ്. അപ്പൊ നമ്മൾ കടിക്കുന്നത് അറിഞ്ഞുകൊള്ളുന്നില്ല. അതാണ് ക്രേറ്റിന് അല്ലെങ്കിൽ ക്രേറ്റ് ബൈറ്റ്സ് കൊണ്ടുള്ള ഒരു പ്രശ്നം. രണ്ടാമത്തെ സംഭവം ഉത്തര കൊലക്കേസ്. ഈ ഉത്തര കൊലക്കേസിൽ ഈ പറയുന്ന കൊലപാതകിക്ക് പാമ്പിനെ നൽകിയിട്ടുള്ളത് ആ പ്രദേശത്ത് സുരേഷ് ചാവരുകാവ് എന്ന് പറയുന്ന പാമ്പുപിടുത്തക്കാരനാണ്. അപ്പൊ ആരിവിടെ പാമ്പ് പിടിക്കുന്നു, ആര് പാമ്പിനെ കയ്യിൽ വെക്കുന്നു, ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും വനംവകുപ്പിന് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. മൂന്നാമത് സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഇതേപോലെ പാമ്പിനെ പിടിച്ച് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഇദ്ദേഹം എന്തോ സെൽഫി എടുക്കുകയോ അതിനെ വെച്ച് എന്തോ കളിക്കുകയോ എന്തോ ചെയ്യുന്നതിന്റെ ഇടയിൽ ആളുകൾ നോക്കി നിൽക്കെ കടിക്കുകയും ആള് മരിച്ചു വീഴുകയും ചെയ്തൊരു ഇൻസിഡന്റ് ഉണ്ടായി. അപ്പൊ ഇത് മൂന്നും വൺ-ടു-വണ്ണായിട്ട് ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി വന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സുരേന്ദ്രകുമാർ സാർ ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് സർപ്പ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാവുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഒരു പാമ്പ് നമ്മുടെ നമ്മുടെ വീടിനകത്തോ നമ്മൾ പെരുമാറുന്നിടങ്ങളിലോ കയറി കഴിഞ്ഞാൽ അവരുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഓർ ഫ്ലീ റെസ്പോൺസ് ആണ്. ജീവനും കൊണ്ട് ഓടുകയാണ് പാമ്പുകൾ, അല്ലാണ്ട് ഓടി നടന്ന് നമ്മളെ കടിക്കല്ല ചെയ്യുന്നത്. അവരെ ഓടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അരികുകളിലൂടെയാണ് പോകുന്നത്. അവർ മാളങ്ങളാണ് നോക്കുന്നത്, സേഫ് ആയിട്ട് ഒരു ഹൈഡ് ഔട്ട് ആണ് നോക്കുന്നത്. ഈ അവസരത്തിലാണ് നമ്മൾ അതിനെ മടിക്ക് വെച്ചും കഴുത്തിന് ഞെക്കിപ്പിഴിഞ്ഞും ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ബോട്ടിലിനകത്തും ഒക്കെ കയറ്റുന്നത്. സ്വാഭാവികമായിട്ടും പാമ്പ് സ്ട്രെസ്ഡ് ആവും. ഈ സ്ട്രെസ്ഡ് ആവുന്ന അവസരങ്ങളിൽ അവർ അഗ്രസീവ് ആവും. ആ സമയത്തുള്ള കടികൾ എന്ന് പറയുന്നത് വെനമസ്, ഡെഡ്ലി വെനമസ് അല്ലെങ്കിൽ കൂടുതൽ വെനം ഇഞ്ചക്ട് ചെയ്യുന്ന തരത്തിലുള്ള കടികളാണ്. അപ്പം ഈ ഒരു സ്വഭാവം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡ് അല്ലെങ്കിൽ ഹുക്ക് ആൻഡ് ബാഗ് മെത്തേഡ് എന്ന് പറയുന്ന രീതി അവലംബിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ചിത്രത്തിൽ കാണാം, മുകളിലത്തെ ചിത്രത്തിലുള്ള പോലെ ഒരു PVC പൈപ്പിന്റെ അറ്റത്ത് ഒരു കോട്ടൺ ബാഗ്, കറുത്ത തുണി, വായുസഞ്ചാരമുള്ള തുണി സെറ്റ് ചെയ്യുകയും ഹുക്ക് വെച്ച് പാമ്പിന്റെ തല നമ്മളിലേക്ക് വരാതെ വാലിൽ ഗ്രാബ് ചെയ്ത് ഇതിലേക്ക് കയറ്റുന്ന തരത്തിൽ റെസ്ക്യൂ ചെയ്യുന്നു. ചില സമയങ്ങളിൽ തൊടാതെ തന്നെ ഇത് ഒരു മൂലയ്ക്ക് വെക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് തോണ്ടി കൊടുക്കുമ്പോൾ ഇത് ഓടി വന്നതിനകത്ത് കയറുന്ന രീതിയുണ്ട്. അത് കഴിഞ്ഞ് ഇത് കെട്ടി ഇതിനെ വനംവകുപ്പിന് കൈമാറുകയും വനംവകുപ്പ് ഈ പറയുന്ന നിശ്ചിത സമയങ്ങളിൽ വനപ്രദേശങ്ങളിൽ ഇവരെ കൊണ്ട് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഏതാണ്ട് 5600 നമ്പർ മാറി ഏതാണ്ട് 7000-നടുത്ത് ആളുകളെ ട്രെയിൻ ചെയ്യുകയും ഇന്ന് 3600-ഓളം ആളുകൾ സർട്ടിഫൈഡ് ആണ്, ലൈസൻസ് ഉള്ള ആളുകളാണ്. അതിൽ ഏതാണ്ട് ഒരു 40-45% യൂണിഫോംഡ് സ്റ്റാഫും ബാക്കിയുള്ളത് വളണ്ടിയേഴ്സ് ആയിട്ടുള്ള സന്നദ്ധ സേവകരാണ്. പലരും മുൻകാലങ്ങളിൽ പാമ്പ് പിടിച്ചിരുന്ന, സർക്കസ് കാണിച്ചിരുന്ന ആളുകൾ ഇന്ന് നല്ല രീതിയിൽ സേഫ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള റെസ്ക്യൂ എന്ന് പറയുന്നത് കൊണ്ട് പാമ്പ് കടി ഏൽക്കില്ല എന്നുള്ളത് ഏൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഡാറ്റ എടുക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ പാമ്പ് പിടിക്കുന്ന പാമ്പിനെ വെച്ച് സർക്കസ് ചെയ്യുന്ന ആളുകളും ഇന്ന് ഇത്തരത്തിൽ സേഫ് ആയിട്ട് ചെയ്യുന്ന കേസ് നോക്കുമ്പോൾ അത് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 1. 2, ഈ സേഫ് ആയിട്ടുള്ള റെസ്ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ടു എൻഡ് വളരെ സേഫ് ആയിട്ട് ശ്രദ്ധയോടെ ചെയ്താലേ ഇതിന് സേഫ് എന്ന് പറയാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ സയന്റിഫിക് എന്ന് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഈ രീതി ചെയ്തിട്ട് കടി കിട്ടിയിട്ടുള്ള പലരിലും പലപ്പോഴും ആ ബാഗ് കെട്ടുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ശ്രദ്ധ മൂലം ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് ഈ ഒന്നല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടോ, അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഈ രീതി അവലംബിക്കാത്തത് കൊണ്ടോ
ആണുണ്ടാവുന്നത്. ഇനി മറ്റൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ കഴുത്തിന് ഞെക്കി പിടിച്ചും കുപ്പിക്കകത്ത് കയറ്റുമ്പോൾ ഉണ്ടാവുന്ന കടികൾ പലപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള കടികളാണ്. അതല്ലാത്ത പക്ഷം ഇത്തരത്തിൽ റെസ്ക്യൂ ചെയ്യുന്ന കേസുകളിലുള്ള ബൈറ്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും വിഷം അത്ര കയറാത്ത ഡ്രൈ ബൈറ്റ്സോ അതല്ലെങ്കിൽ നേരിയ രീതിയിൽ വിഷം കയറിയിട്ടുള്ളത്. അതായത് പാമ്പ് അത്രയും സ്ട്രെസ്ഡ് അല്ല എന്നുള്ളത് തന്നെ വേണം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. സർപ്പ എന്ന് പറയുന്ന ആപ്പിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ തരത്തിലുള്ള ആപ്പുകൾ പോലെ നമ്മൾ ഇവിടെ ഇതിനെ ആശ്രയിക്കുന്നത് പ്രധാനമായിട്ടും പാമ്പ് കണ്ടതിനെ റിപ്പോർട്ട് ചെയ്ത ഒരു ഏറ്റവും അടുത്തുള്ള റെസ്ക്യൂറെ കിട്ടാനും ഹോസ്പിറ്റൽ സംവിധാനം ലഭിക്കാനും എല്ലാമാണ്. അപ്പൊ ആപ്പ് ആണ് ഇതിനെ എന്താ പറയാ ഈ കണക്കുകളും ഈ പറയുന്ന ഇൻഫർമേഷൻസും ക്രോഡീകരിക്കാനായിട്ട് ഒരു ബേസ് ആയിട്ട് നിൽക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം ആരംഭിച്ച ധർമ്മത്തിന്റെ പല മിഷനുകളിൽ ഒന്നാണ് സ്നേക്ക് ബൈറ്റ് ഡെത്ത് ഫ്രീ കേരള എന്നുള്ളത്. നമ്മുടെ നാഷണൽ ഗൈഡ് ലൈൻസും ഇതുമെല്ലാം 2030 50% താഴെ അല്ലെങ്കിൽ 30% മീതെ പാമ്പ് കടി വെച്ചുള്ള മരണങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ കേരളത്തിന്റെ മിഷൻ എന്ന് പറയുന്നത് സ്നേക്ക് ബൈറ്റ് ഡെത്ത് ഫ്രീ കേരള എന്ന് പറയുന്നതാണ്. അതായത് 150 മീതെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ 5 വർഷ കാലയളവിൽ വളരെ ശക്തമായിട്ടുള്ള പലതരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് ഇത്രയും താഴേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് കുറച്ച് ടഫായിട്ടുള്ള സാധനമാണെങ്കിലും പക്ഷെ നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കൽ അത് സാധിക്കും എന്നുള്ള അർത്ഥത്തിലാണ് സ്നേക്ക് ബൈറ്റ് ഡെത്ത് ഫ്രീ കേരള എന്നുള്ള രീതിയിൽ ഉള്ളൊരു മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പരമാവധി ആന്റിവെനം അവൈലബിലിറ്റി ഉറപ്പിക്കുക, ഡോക്ടർമാരുടെ സേവനം ഉറപ്പിക്കുക, അതേപോലെ റെസ്ക്യൂ ഫെസിലിറ്റീസ് ഉറപ്പിക്കുക, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള പ്രവർത്തികളാണ് ഇതിൽ നടന്നു വരുന്നത്. നമ്മൾ പാമ്പുകളെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ ശരീരം മുഴുവൻ ശൽക്കങ്ങളാൽ ആവൃതമാണ്. ശീതരക്ത ജീവികളാണ്. അത് പാമ്പുകൾ, ഉഭയജീവികൾ, മത്സ്യങ്ങളൊക്കെ ശീതരക്ത ജീവികളാണ്. മനുഷ്യരുടെ പോലെ ഇവർക്ക് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അവർ പലതരത്തിലുള്ള എക്സ്റ്റേണൽ സോഴ്സസിനെ ഇതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യും. നല്ല മഴ പെയ്തു, ഒരു 3-4 ദിവസം മഴ പെയ്തു, അത് കഴിഞ്ഞ് നല്ലൊരു വെയിൽ വരുന്ന സമയത്ത് ഒരു മതിൽക്കെട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓന്തോ പല്ലിയോ അരണയോ അതല്ല ഈ പറയുന്ന ഒരു ചേരയോ അല്ലെങ്കിൽ മറ്റു പാമ്പോ ഇരിക്കുന്നത് കാണാം. ഒരുപാട് വൈറലായിട്ടുള്ള വീഡിയോകളെല്ലാം വളരെ ഫേമസ് ആണ്. അപ്പൊ അത്തരത്തിൽ എന്താ പറയുക, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ശൽക്കങ്ങളാൽ ആവൃതമായിട്ടുള്ള ശരീരമുള്ള റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്, അതായത് ഉരകങ്ങളിൽ സ്ക്വാമേറ്റ എന്ന് പറയുന്ന വിഭാഗത്തിൽ അടങ്ങുന്നതാണ് പല്ലികൾ അല്ലെങ്കിൽ ലിസാർഡ്സ് ആൻഡ് സ്നേക്സ്. ഏറ്റവും കൂടുതൽ നമ്പർ ഉരകങ്ങളിലുള്ളത് ഈ വിഭാഗങ്ങളിൽ രണ്ടിലുമാണ്. പല്ലികൾ, ഓന്ത്, അത്തരത്തിലുള്ള സാധനങ്ങൾ, ഇപ്പൊ ഒരു വശത്ത് പാമ്പുകൾ. ഇതില് പ്രധാനമായിട്ടും ഇപ്പം ഇടത്തെ ഭാഗത്തെ ചിത്രത്തിലുള്ളതിന്റെ ജീവിയുടെ ഇടത്തെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ജീവിയുടെ തലയുടെ ക്ലോസപ്പ് ആണ് വലത്ത് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഏറ്റവും മുകളിലുള്ള ചിത്രം എന്ന് പറയുന്നത് പലപ്പോഴും മണ്ണിരയായിട്ടും കുരുടി എന്നൊക്കെ പ്രാദേശികമായിട്ട് വിളിക്കുമെങ്കിലും ഇത് സിസീലിയൻ എന്ന് പറയുന്ന ലെഗ്ലെസ്, ലിംബ്ലെസ് ആംഫീബിയൻ ആണ്. കൈകാലുകളില്ലാത്ത പമ്പുകളെ പോലിരിക്കുന്ന ഉഭയജീവിയാണ്. അപ്പൊ നിങ്ങൾ ശരീരം നോക്കിയാൽ അറിയാം ഇവരുടെ ശരീരത്തിൽ ശൽക്കങ്ങളില്ല, മറിച്ച് റിങ്സ് ആണ്. അതിന് അന്യുലായി എന്ന് പറയും. മണ്ണിരയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് വ്യക്തമായിട്ടുള്ള ഒരു കണ്ണ്, മൂക്ക്, വായ ഇതെല്ലാം ഇവർക്ക് കാണാൻ സാധിക്കും. മണ്ണിരയ്ക്ക് അതില്ല. മാത്രമല്ല നമ്മൾ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ, പിടിക്കാൻ വേണ്ടിയിട്ടല്ല, പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മണ്ണിരയെ പിടിക്കുക ഒരു നൂഡിൽസ് എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ചരട് എടുക്കുന്ന പോലെയാണ് എടുക്കുക. ഇവർക്ക് വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള നട്ടെല്ലുണ്ട്. അപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് പാമ്പുകളെ പോലെ ഇരിക്കുന്ന ജീവികളാണ്. അപ്പൊ അത് സിസീലിയൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള ഈ സിസീലിയൻസിന് ഒന്നും ഇത്തരത്തിൽ വിഷമോ അല്ലെങ്കിൽ നമ്മളെ വാ തുറന്ന് കടിക്കാനൊന്നും സാധിക്കുന്നു. പലപ്പോഴും നമ്മുടെ വിരലുകളുടെ വണ്ണമൊക്കെ അവർക്കുള്ളൂ. അപ്പൊ വാ തുറന്ന് ശരിക്കും അങ്ങനെ നമ്മളെ കടിക്കാൻ സാധിക്കില്ല. ഇത്തരത്തിൽ അപകടമുള്ള സാധനമല്ല. എന്നാൽ അവരുടെ തൊലിയിൽ നമ്മൾ പിടിക്കുമ്പോൾ പലപ്പോഴും അവർ ചെറിയ രീതിയിൽ നമുക്ക് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകുന്ന സെൻസേഷൻ, എന്താ പറയാ, അത്തരത്തിലുള്ള സെക്രീഷൻസ് അവരുടെ ശരീരത്തിലുണ്ട്. രണ്ടാമതുള്ളത് ഒരു പാമ്പ് തന്നെയാണ്. അതൊരു വുഡ് സ്നേക്ക് എന്ന് പറയുന്ന സൈലോഫിസ് മൊസൈക്കസ് എന്ന് പറയുന്ന പാമ്പാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ശരീരത്തിലെ ശൽക്കങ്ങളും ഇതും എല്ലാം കാണാൻ സാധിക്കും. കൺപോളകളില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഏറ്റവും താഴത്തെ ചിത്രത്തിൽ നമ്മൾ സംസാരിച്ച അരണ കുടുംബത്തിലുള്ള ജീവികൾ, സ്ലോവം എന്ന് പറയുന്നത് യൂറോപ്പിൽ കാണുന്ന ഒരു ഇനാണ്. കൈകാലുകളില്ലാത്ത ഒരു അരണയാണ്. എങ്ങനെ പാമ്പുകളിൽ നിന്ന് തിരിച്ചറിയാന്ന് വെച്ചാൽ, ഒന്ന് അതിന്റെ ശരീരാകൃതി. പാമ്പുകൾ എപ്പോഴും ഒരു വൃത്താകൃതിയിലോ അല്ലെങ്കിൽ ഒരു ത്രികോണ ആകൃതിയിലോ ആണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഇതൊരു ബോക്സ് ടൈപ്പ് സ്ട്രക്ചർ ആയിരിക്കും പലപ്പോഴും അരണകൾക്ക്. വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാം. അതേപോലെ നേരിയ രീതിയിലുള്ള കൺപോളകൾ, തിക്കൻഡ് ആയിട്ടുള്ള ഏരിയാസും ഇവർക്ക് കാണാം. പിന്നെ നമ്മുടെ നാട്ടിലുള്ള അരണകളെ നമുക്ക് വളരെ, ഈ ചിത്രത്തിൽ ക്ലിയർ അല്ല, എന്നിരുന്നാലും അരണകളിൽ ആ ഒരു എക്സ്റ്റേണൽ ഇയർ, ഇങ്ങനെ ഒരു ദ്വാരം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്ത് കാണും എന്നുള്ള, അപ്പുറത്തേക്ക് ഇത് എത്തുമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചെവി ദ്വാരങ്ങൾ കാണാനായിട്ട് സാധിക്കും. കേൾക്കാമല്ലോ അല്ലേ? തടസ്സമൊന്നുമില്ലാന്ന് കരുതുന്നു.
ഇല്ല, കേൾക്കാം. കേൾക്കാം. നോ പ്രോബ്ലം. പാമ്പുകളുടെ അനാറ്റമി അല്ലെങ്കിൽ അവരുടെ ഇത് നോക്കുമ്പോൾ വളരെ ഡെലിക്കേറ്റ് ആണ്. ഇപ്പം ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ അവരുടെ കഴുത്ത് പ്രദേശത്തും നട്ടലും എല്ലാം പലപ്പോഴും വളരെ വൈറലായിട്ടുള്ള ചില വീഡിയോ ഒക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വളരെ പ്രായമായിട്ടുള്ള മൂങ്ങളൊക്കെ വാലി പിടിച്ച് പാമ്പിനെ കൊണ്ട് കുടയുന്നതും എല്ലാം. അപ്പൊ അങ്ങനെ കുടയുമ്പോൾ നട്ടല് വിട്ടു പോവുകയും ഒരു ചാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ട് ഒരു നോർമൽ ഒരു പാമ്പ് പ്രധാനമായിട്ട് ഇങ്ങനെ നമ്മൾ ഞെക്കി പിഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അത് വിൽ ബി സ്ട്രെസ്ഡ് വെരി മച്ച്, ഭയങ്കര അഗ്രഷൻ ഉണ്ടാവും. അപ്പൊ ആ പിടി നമ്മുടെ ഒരു ശ്രദ്ധ ഒരു നിമിഷത്തേക്ക് വാളുമ്പോൾ അത് ബൈറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പാമ്പിന് ഡാമേജ് ഉണ്ടാവുന്നു, അതിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും ഡാമേജ് ഉണ്ടാവുന്നു. ഇത് ഈ ഒരു സാധനം കൂടിയാണ് മാർഗരേഖയിൽ അടിസ്ഥാനമാക്കി കഴുത്തിൽ പിടിക്കാതെ വാലിൽ ഹുക്ക് വെച്ച് അതിനെ നീക്കി റെസ്ക്യൂ ചെയ്യുന്ന, സ്ട്രെസ് ഫ്രീ ആയിട്ട് കാമായിട്ട് റെസ്ക്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഇപ്പൊ ഒരു പാമ്പിനെ കൈകാര്യം ചെയ്യുന്ന ഒരാള് ഒരു റെസ്ക്യൂവർ ആണെങ്കിൽ, പാമ്പ് പിടിക്കുന്ന ആളുകളും റെസ്ക്യൂവറും രണ്ടാണ്. റെസ്ക്യൂവർ എന്ന് പറയുന്നത് പലപ്പോഴും സേഫ് ആയിട്ട് അതിനെ എന്താ പറയുക സ്ട്രെസ് ഫ്രീ ആയിട്ട് കാമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ, നമ്മൾ ഈ പാമ്പിനെ വെച്ചുകൊണ്ട് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനും ഓടാനും നിന്ന പാമ്പും അഗ്രസീവ് ആവും, പാമ്പും സ്റ്റാർട്ടിലാവും. അപ്പൊ എത്രത്തോളം കാമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നു അത്രത്തോളം പാമ്പ് കാമായിരിക്കുകയും ഈ മാളത്തിനകത്തേക്ക് കയറി ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പാമ്പുകളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ നാക്ക് വെളിയിലിടുന്നത്. ഇപ്പം ഇതില് നമ്മൾ ഇനി ഉള്ള സ്ലൈഡുകളിൽ അതിനെക്കുറിച്ച് പറയും. എന്നിരുന്നാലും ഇവർക്ക് ഇവരുടെ ശരീരത്തിൽ ഇവർക്ക് ബ്രെയിനിനോട് അറ്റാച്ച് ചെയ്തിട്ട് ജേക്കബ്സൺസ് ഓർഗൻ അല്ലെങ്കിൽ വൊമറോനേസൽ ഓർഗൻ എന്ന് പറയുന്ന ഓർഗൻ ഉണ്ട്. അന്തരീക്ഷത്തിലെ കണികൾ പിടിച്ചെടുക്കുകയും അത് ഈ അപ്പർ പാലറ്റിലൂടെ അതിലുള്ള ദ്വാരത്തിലൂടെ ഈ ജേക്കബ്സൺസ് ഓർഗനിലേക്ക് കൊടുക്കുകയും അതിൽ നിന്ന് ഈ പറയുന്ന സിഗ്നൽസ് ബ്രെയിനിലേക്ക് പോയി ഇരയാണോ ഇണയാണോ അതുപോലെ ഇര പിടിയനാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ തിരിച്ചറിയുന്നത്, ഇരയുടെ വലിപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ കാഴ്ചയിലൂടെ ഈ നാക്കിൽ ഉള്ള ഈ കെമിക്കൽ സംവേദന രീതിയിലൂടെയും ആണ് ഇരയുടെ വലുപ്പവും അതിന് വേണ്ട വിഷവും ഇതെല്ലാം ഇവര് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ആനകളിലും ഇത്തരത്തിൽ ജേക്കബ്സൺസ് ഓർഗൻ വേറെ മറ്റു ജീവികളിലുണ്ട്. അപ്പൊ ആനകൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടാവും തുമ്പിക്കൈ ഇങ്ങനെ വിരിച്ച് പൊക്കി ഇങ്ങനെ നിന്ന് നോക്കുന്നത്. അപ്പൊ JCB തോണ്ടി വിട്ട് കഴിഞ്ഞാൽ JCBക്ക് നന്ദി പറയുന്നു, അല്ലെങ്കിൽ രക്ഷിച്ചവർക്ക് നന്ദി പറയുന്നത് അല്ല. ഇത് ആക്ച്വലി ഇറ്റ് ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റ് ആനകളുടെ സെൻസ് എടുക്കുന്നതല്ല. മൂക്ക് പ്രധാനമായിട്ടും ശ്വസിക്കാനാണ് ഉപയോഗിക്കുന്നത്. മറ്റ് ജീവികളെ പോലുള്ള ഗ്രാണശക്തി ഇവർക്കില്ല. എന്നിരുന്നാൽ നാക്കിലൂടെ ഇവർക്കത് ഈ പറയുന്ന ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വെളുത്തുള്ളി, പാൽക്കായം, മണ്ണെണ്ണ എന്നൊക്കെ പറയുന്നത് ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും അതൊരു സൊല്യൂഷൻ ആണോ എന്ന് ചോദിച്ചാലല്ല. അടച്ചിട്ടുള്ള ഒരു ടാങ്കിനകത്തോ ഒരു കുപ്പിക്കകത്തോ ഒക്കെ ഇത് ഒഴിക്കുമ്പോൾ അവർക്ക് ഒരു ടേഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ പൊള്ളുന്നു എന്നുള്ളത് ഒഴിച്ചാൽ, തുറന്നൊരു സ്ഥലത്ത് നമ്മുടെ വീട്ടിലോ എവിടെയെങ്കിലും ഇത് ചെയ്യുന്നത് ഒരു 5-10 മിനിറ്റ് ഈ സാധനം അവിടെ ഉണ്ടാവും, ബാക്കി അത് ആവിയായിട്ട് പോകുന്നു. അപ്പൊ അതൊരു സുസ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൊമെന്ററി ആയിട്ടുള്ള ഒരു സാധനം, അത് ഇറ്റ്സ് നോട്ട് എ സസ്റ്റൈനബിൾ സൊല്യൂഷൻ. നമുക്ക് മണ്ണെണ്ണ ഉപയോഗിച്ച് പാമ്പുകളെ അകറ്റണം എന്നുണ്ടെങ്കിൽ വീടിന് ചുറ്റും കുളം കുത്തി അതിനകത്ത് ഫുൾ ടൈം മണ്ണെണ്ണ നിറക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്തരത്തിൽ ആണ് ഇവരുടെ ഒരു എന്താ പറയാ ഓൾഫാക്ടറി അല്ലെങ്കിൽ ഈ ഓൾഫാക്ടറി അല്ലെങ്കിൽ കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഓൾഫാക്ടറി സെൻസ് മറ്റുള്ള ജീവികളിലോ പോലെ ഇല്ല. മൂക്ക് പ്രധാനമായിട്ടും ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതിന് അവരെ സഹായിക്കുന്ന, ഇവരെ ആശ്രയിക്കുന്ന ഓർഗനാണ് ജേക്കബ്സൺസ് ഓർഗൻ അല്ലെങ്കിൽ വൊമറോനേസൽ ഓർഗൻ എന്ന് പറയുന്നത്. മിക്കപ്പോഴും പറയുന്ന മറ്റൊരു സാധനമാണ് മകുടി ഊതുമ്പോൾ പാമ്പാട്ടുന്നത്. പലപ്പോഴും കണ്ടുണ്ടാവും ഈ ഇങ്ങനെ പാമ്പ് ആടുന്നത് മൂർഖൻ മാത്രമാണ്, അണലിയോ വെള്ളിക്കെട്ടനോ എന്ന് വെച്ച് ഈ പരിപാടികൾ ചെയ്യാറില്ല. അവസ്ഥയാണ്. പക്ഷെ അതിൽ പലപ്പോഴും പല്ല് പറിച്ച് കളഞ്ഞിട്ടോ വാതുങ്ങിയിട്ടോ ഒക്കെ ആയിരിക്കും. നോർത്ത് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും കണ്ടിട്ടുണ്ടാവും ആളുകൾ മൂർഖനൊക്കെ പിടിച്ച് 10-20-200 ആളുകൾ ഇതിങ്ങനെ കൊണ്ട് നടക്കുന്നു. അതെല്ലാം ഒന്നല്ലെങ്കിൽ സ്യൂഡാണ്, അല്ലെങ്കിൽ തുന്നിയതായിരിക്കും, സ്വിച്ചഡായിരിക്കും, അതല്ലെങ്കിൽ ഈ വെനം ഗ്രന്ഥി ഉടച്ചതായിരിക്കും, അതല്ലെങ്കിൽ വിഷപ്പല്ല് പൊട്ടിച്ച് കളഞ്ഞതായിരിക്കും. അതല്ലാതെ അല്ല. പലപ്പോഴും പണ്ട് ഇത്തരത്തിൽ ഇതിനെ വെച്ച് ഈ ഇങ്ങനെ സർക്കസ് കാണിച്ചിരുന്ന അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആളുകൾ ഇന്ന് പിടിക്കുമ്പോൾ വളരെ ഭീതിയോടുകൂടി അതിനെ അപ്രോച്ച് ചെയ്യുന്ന കാണാം. കാരണം മറ്റേത് പല്ലൊക്കെ പറഞ്ഞ് കടിക്കില്ല എന്ന് ഉറപ്പുള്ള സാധനങ്ങളാണ് ഇത് ആക്ച്വൽ വൈൽഡ് വൺസ് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഈ മകുടി ഊതുമ്പോൾ പാമ്പ് ആടുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം മാലിയസ് ഇൻകസ്റ്റേപ്പസ് 3 എല്ലുകളാണ് നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ഇയർഡ്രമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതിന് നമ്മൾ കേൾവിയെ പ്രധാനമായിട്ട് സഹായിക്കുന്നില്ല. എന്നാൽ ഉരകങ്ങളിലേക്ക് വരുമ്പോൾ അത് സ്റ്റേപ്പസ് എന്ന് പറയുന്ന ഒറ്റ എല്ലാണ്. അത് പലപ്പോഴും ഈ ജോ ആയിട്ട് ലോവർ ജോ ആയിട്ടൊക്കെ ആയിരിക്കും ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ വൈബ്രേഷൻസ് ഒരുപാട് പിക്ക് ചെയ്യും. മൂർഖൻ അതിന്റെ ഡിഫെൻസീവ് പോസ്റ്റർ ആണ് ഈ പത്തി വിടർത്തി നമ്മളെ പേടിപ്പിക്കുന്ന നമ്മളെ അതിന്റെ ശത്രുക്കളെ പേടിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഡിഫെൻസീവ് പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇത്തരത്തിൽ ഡിഫെൻസീവ് പോസ്റ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ്ലി ആശ്രയിക്കുന്നത് കാഴ്ചയാണ്. അപ്പോൾ പലപ്പോഴും ഈ ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്ന നമ്മൾ തലയിൽ തൊടുന്ന അല്ലെങ്കിൽ ഉമ്മ വെക്കുന്ന സീനൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ ക്യാമറ ക്ലോസപ്പ് ആയിരിക്കും, പക്ഷെ ഇപ്പുറത്ത് ഒരാൾ
തൂവാലിട്ടാട്ടുവോ കാലിട്ടാട്ടുവോ അല്ലെങ്കിൽ ഈ മറ്റു കൈയിട്ടാട്ടുവോ ഇത്തരത്തിൽ ഇതിനെ ശ്രദ്ധ തിരിക്കുന്നുണ്ടാവും. അപ്പോൾ മകുടി ഊതുമ്പോ അല്ല, മകുടി ആടുന്നത് നോക്കിയിട്ടാണ് പാമ്പ് മൂവ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് അനദർ മിത്ത് ഓൾവേസ് കണക്റ്റഡ് ടു സ്നേക്സ്, എസ്പെഷ്യലി കോബ്രാസ്. ഈ വിഷത്തിനെ കുറിച്ച് അല്ലെങ്കിൽ വെനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വെനം പോയ്സൺ രണ്ടും രണ്ടാണ്. വെനം ഈസ് പ്രോബ്ലം, വെനം ഈസ് problematic when it is injected into your body, whereas poison is a problem no matter whether it is injected or ingested. വെനം നമ്മളൊരു സ്പൂണിലെടുത്ത് കഴിച്ചാൽ ഇറ്റ്സ് എ മിക്സർ ഓഫ് എൻസൈംസ് ആൻഡ് പ്രോട്ടീൻസ്. അത് നമ്മളെ അകത്ത് ദഹിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മുടെ വായ്ക്കകത്ത് പൊട്ടലോ അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, അതുണ്ടെങ്കിൽ ചെറിയ പ്രശ്നങ്ങളും ഇറിറ്റേഷനും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും കുത്തിവെക്കുമ്പോൾ ആണ് ഇത് പ്രശ്നമാകുന്നത്. നേരെ മറിച്ച് ഒരു പോയ്സൺ എന്ന് പറയുന്നത് നമ്മൾ സ്പൂണിലെടുത്ത് കഴിച്ചാൽ ഇറ്റ് ഇസ് എ പ്രോബ്ലം, അത് കുത്തിവെച്ചാലും ഇറ്റ് ഇസ് എ പ്രോബ്ലം. അപ്പൊ ഈ പാമ്പുകളുടെ ശരീരത്തിൽ ഈ വെനം ഗ്രന്ഥിയിൽ ആണ് വെനം ഉണ്ടാവുന്നത്. അത് ആരോഗ്യവാനായിട്ട് കൃത്യമായിട്ട് ആഹാരം കഴിക്കുന്ന അത്തരത്തിൽ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു എനർജി കൺസ്യൂമിങ് പ്രോസസ്സാണ്, വെറുതെ ഉണ്ടാവുന്ന ഒരു സാധനമല്ല. ഇതിലൊരു കംപ്രസർ മസിൽ ഉണ്ട്, ഇതിന് ചുറ്റുപാടും ചില വാക്വം സ്പേസസ് ഉണ്ട്. ഇതിന്റെ പ്രവർത്തനം മൂലമാണ് ഈ വെനം ഗ്രന്ഥിയിൽ നിന്ന് വെനം ഞെക്കി വെനം ഇഞ്ചക്ട് ചെയ്ത് ആ ചിത്രത്തിൽ കാണുന്ന പോലെ വെനം ഡക്റ്റിലൂടെ വെനം കനാലിലൂടെ വന്ന് ഫാങ്ങിൽ വിഷപ്പല്ലിൽ അതിന്റെ അറ്റത്തെ ദ്വാരത്തിലൂടെ ഇത് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഇത് വരുന്നു. അപ്പൊ ഈ പാമ്പുകൾക്ക് വെനം മീറ്ററിങ് എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് ഈ ഇരയെ അനുസരിച്ച്, ഇരയുടെ വലുപ്പം അനുസരിച്ച് ഈ വിഷത്തിന്റെ അളവ് കൺട്രോൾ ചെയ്യാനായിട്ട് പാമ്പുകൾക്ക് സാധിക്കും. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച കടിക്കും പക്ഷെ വിഷം ഇഞ്ചക്ട് ചെയ്യാത്ത കേസുകളുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ഡ്രൈ ബൈറ്റ്. കടിക്കും ഇഞ്ചക്ട് ചെയ്ത് വിഷമുള്ളതിനെ വെറ്റ് ബൈറ്റ് എന്ന് പറയും. അപ്പൊ വലിയൊരു ശതമാനം വിഷപ്പാമ്പുകളുടെ കടിയും ആശുപത്രികളിൽ വരുന്നത് ഡ്രൈ ബൈറ്റ്സ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന വളരെ കാമായിട്ടിരിക്കുന്ന ഒരു പാമ്പ് പലപ്പോഴും അവരുടെ ആദ്യത്തെ ബൈറ്റ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഡ്രൈ ബൈറ്റ് ആണെന്നുള്ളതാണ്. ഞാനതാ സൂചിപ്പിച്ചത്. കഴുത്തിന് ഞെക്കിപ്പിഴിഞ്ഞ് കുപ്പിക്കകത്ത് കുത്തി കയറ്റുന്ന അവസരങ്ങളിൽ കടിക്കുന്ന കടികൾ പലപ്പോഴും ഡെഡ്ലി ആയിട്ടുള്ള വെനം ലോഡ് ഉണ്ടാവും. നേരെ മറിച്ച് അതല്ലാതെ വളരെ കാമായിട്ട് ചെയ്യുന്ന റെസ്ക്യൂവിൽ ഉണ്ടാവുന്ന ബൈറ്റുകളിൽ വലിയൊരു ശതമാനവും ഡ്രൈ ബൈറ്റ്സ് ആണ്. അത് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മെഡിക്കൽ യൂസ് ഓഫ് വെനം, അതായത് പ്രധാനമായിട്ട് ഈ താഴെ എഴുതിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സ്ട്രോക്ക്, ന്യൂറോളജിക്കൽ ഡിസീസ്, ക്യാൻസർ, ഇതിനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നും പ്രാക്ടീസിലല്ല. ഇത് ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇൻ പ്രാക്ടീസ് ഉള്ളത് ആന്റി സ്നേക്ക് വെനം പ്രൊട്ടക്ഷൻ ആണ്. ഇനി അതല്ലാതെ ഇല്ലീഗലി പല ഡ്രഗ്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്സിൽ ഇത് ഇല്ലീഗലി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഇപ്പൊ പലപ്പോഴും ഈ വിഷക്കടത്ത് വെനം ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം ഇതില് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തരത്തിലൊരു വിഷപ്പല്ല് വെനം ഡെലിവറി മെക്കാനിസം കൃത്യമായിട്ട് ഉണ്ടായിട്ട് ഏതാണ്ട് 20 ദശലക്ഷം വർഷം മുന്നേ ആണെന്നാണ് പറയുന്നത്. വിഷം ഉണ്ടായി എന്ന് പറയപ്പെടുമ്പോൾ. അപ്പോൾ സോ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചെന്ന് മാത്രം. എന്താണ് ആന്റി സ്നേക്ക് വെനം? ഈ നമ്മൾ പാമ്പിന്റെ വിഷപ്പല്ലിൽ നിന്ന് അതിനെ മിൽക്ക് ചെയ്യാന്ന് പറയും. നമ്മൾ പലപ്പോഴും നാഷണൽ ജോഗ്രഫി, BBC ഡോക്യുമെന്ററീസ് കണ്ടുണ്ടാവും. ഇങ്ങനെ ഒരു സെപ്പറേറ്റ് പാത്രത്തിൽ വെച്ചിട്ട് പാമ്പിനെ കൊണ്ട് ബൈറ്റ് ചെയ്യിക്കുന്നതല്ല. അത്തരത്തിൽ ഈ എടുക്കുന്ന വിഷം കുതിരയുടെ ശരീരത്തിൽ നേരിയ അളവിൽ കുത്തിവയ്ക്കും. പണ്ട് കാലത്ത് ഇത് പല ജീവികളിൽ പരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഐഡിയൽ സൂട്ടബിൾ കാൻഡിഡേറ്റ് കുതിരയാണ്, വലിയൊരു ജീവിയാണെന്നതിലാണ് നമ്മൾ ഈ കുതിരയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു പ്രക്രിയയാണെന്നുണ്ടെങ്കിലും ഇന്നും നമ്മൾ കുതിരയുടെ ശരീരത്തിൽ ഇത്തരത്തിലാണ് ഇതിനെ ഫോളോ ചെയ്യുന്നത്. കുതിരയുടെ ശരീരത്തിൽ നേരിയ അളവിൽ ഇത് കുത്തിവെക്കുകയും കുതിരയുടെ ശരീരത്തിൽ ഇതിനെതിരെ ഉണ്ടാക്കുന്ന ആന്റിബോഡീസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ആന്റി സ്നേക്ക് വെനമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഇന്ത്യയിൽ ഒരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ മുംബൈയിലുള്ള ഹാഫ്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കസോളിലുള്ള അല്ലെങ്കിൽ ഹിമാചലിലുള്ള സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ചെന്നൈയിലെ കിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ കൊൽക്കത്തയിലെ ബംഗാൾ കെമിക്കൽസ് ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നത്. അതല്ലാണ്ട് പ്രൈവറ്റ് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സെറം കെമിക്കൽസ്, വിൻസ് ആന്റിവെനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആശുപത്രികളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഭാരത് സെറംസും വിൻസും ആണെന്നാണ് ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ കേസ് എടുക്കുകയാണെങ്കിൽ മരണകാരണമാകുന്ന പ്രധാനപ്പെട്ട ഈ 4 പാമ്പുകൾക്കും കൂടിയിട്ട് അല്ലെങ്കിൽ ഈ 4 പാമ്പുകളുടെയും വിഷം എടുത്ത് അതൊരു കോക്ടെയിൽ ആക്കിയിട്ടാണ് ഈ കുതിരയുടെ ശരീരത്തിൽ കുത്തിവെക്കുക. അപ്പോൾ പോളിവാലന്റ് ആന്റി സ്നേക്ക് വെനമാണ്. ഈ 4 പാമ്പിൽ ഏത് കടിച്ചാലും ഈ ഒരു മറുമരുന്നാണ് കുത്തിവെക്കുന്നത്. അപ്പൊ അവർക്ക് മാത്രമാണ് ഈ ആന്റിവെനം വർക്ക് ചെയ്യുകയും ചെയ്യുള്ളൂ. അതല്ലാത്ത ഇതിൽ പെടാത്ത പാമ്പുകളിൽ ഈ ആന്റി സ്നേക്ക് വെനം വർക്ക് ചെയ്തോളണമെന്നില്ല. അത് ഇത്തരത്തിൽ വിഷം എടുക്കുന്നതിന് ഇന്ന് ഇന്ത്യയിൽ കേന്ദ്ര അനുമതിയുള്ളത് തമിഴ്നാട്ടിലുള്ള ഇരുള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇത് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് മദ്രാസ് ക്രോക്കഡൈൽ ബാങ്കിനോട് മദ്രാസിലാണ്. മദ്രാസ് ക്രോക്കഡൈൽ ബാങ്കിനോട് ചേർന്ന് അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ്. ഇരുള കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ്
ഇത്തരത്തിൽ വിഷമെടുക്കുന്നതും അത് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഏതര ആന്റി വെനം പ്രൊഡക്ഷൻ സെന്റേഴ്സിന് നൽകുന്നു. വിഷപ്പല്ലുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 3 എണ്ണമാണ്: പ്രൊട്ടരോഗ്ലൈഫസ്, സൊൾനോഗ്ലൈഫസ്, ഒപ്പിസ്റ്റോഗ്ലൈഫസ്. കോബ്ര പോലെയുള്ള പാമ്പുകളിലുള്ള വായയുടെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന 2 വിഷപ്പല്ലുകൾ അണലിക്കെല്ലാം കേർവ്ഡ് ആയിട്ടുള്ള വിഷപ്പല്ലുകളാണ്. അതിങ്ങനെ തുറന്ന് അതിൽ എന്താ പറയുക സ്ട്രെച്ച് ചെയ്തിട്ടാണ് അണലികൾ കടിക്കുന്നത്. ഏറ്റവും ഒടുവിലുള്ളത് കുളൂബ്രിഡേ ഫാമിലിയിലുള്ള റെയർ ഫാങ്ഡ് സ്നേക്സ്. നമ്മുടെ പച്ചില പാമ്പ് പോലെയുള്ള പാമ്പുകളിൽ അല്ലെങ്കിൽ പൂച്ചക്കണ്ണം പാമ്പ്, കാറ്റ് സ്നേക്സ് അല്ലെങ്കിൽ വൈൻ സ്നേക്സ്, ഇവർക്കൊക്കെ റെയർ ഫാങ്ഡ് ആണ്. പുറകിലാണ് ഈ ഫാങ് ഇരിക്കുന്നത്. ചെറിയ പല്ലി, തവള പോലുള്ള ജീവികളാണ് ഈ പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പച്ചില പാമ്പും പൂച്ചക്കണ്ണം പാമ്പുകളെല്ലാം കഴിക്കുന്നത്. വലത്തെ ഭാഗത്തുള്ളത് ഗബൂൺ വൈപ്പറാണ്. ലോകത്തെ ഏറ്റവും വലിയ വിഷപ്പല്ല് നീളമുള്ള, ഏറ്റവും വലിയ നീളമുള്ള വിഷപ്പല്ലുള്ള പാമ്പാണ്. ഏതാണ്ട് 2 ഇഞ്ചോളം വലുപ്പം വരുന്ന വിഷപ്പല്ലാണ് ഗബൂൺ വൈപ്പേഴ്സിനുള്ളത്. നമ്മുടെ പല ആശുപത്രികളിലും പല പ്രദേശങ്ങളിലും കാണുന്ന ചില പോസ്റ്ററുകളാണ്. കടി അടയാളം വെച്ച് നമുക്ക് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അതൊരു ക്ലാസിക് കേസാണ് ഉത്തര മർഡർ കേസ്. അതിൽ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ 2 3 കടി ഉണ്ടായിരുന്നു. ഓരോ കടിയുടെയും ഒരേ പാമ്പ് കടിച്ചതിന്റെ കടി അടയാളങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ്. അതൊന്ന് ഇയാൾ പിടിച്ചു കടിപ്പിച്ചതുകൊണ്ട് 2 പല്ല് തമ്മിലുള്ള ദൂരം മാറിയിട്ടുണ്ട്. ഇതല്ലാതെ ചില സമയങ്ങളിൽ ഒരു പല്ല് പൊട്ടിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഈ നോൺ വെനമസ് ബൈറ്റ് എങ്ങനെയാണ്, വെനമസ് ബൈറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കിങ് കോബ്രയുടെ ചില ബൈറ്റിന്റെ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലിറ്ററലി നിറയെ പല്ലുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു പോസ്റ്റർ വെച്ച് നമുക്കത് കടിച്ചു എന്ന് നമുക്ക് സംശയം തോന്നിയാൽ ആശുപത്രിയിൽ പോകുക എന്നുള്ളതാണ്. അതല്ലാതെ ഏതാണ് വെനമസ് ആണോ എന്ന് നോക്കിയിരിക്കാനുള്ള സമയം അല്ലെങ്കിൽ സാഹചര്യം നമുക്ക് ഇവിടെ ഇല്ല. ഏതാണ്ട് 130ഓളം പമ്പുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. വലിയൊരു ശതമാനം അതിൽ നോൺ വെനമസും ആണ്. അപ്പോൾ അതിലൊരു റിസ്ക് എടുക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. വലത്തെ ഭാഗത്ത് ത്രികോണാകൃതിയിലുള്ള തലയാണെങ്കിൽ വിഷമുള്ളതും അല്ലാത്തത് വിഷമില്ലാത്തതും എന്നുള്ള പോസ്റ്ററാണ്. UK ഇറക്കിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അവിടെ 4 പാമ്പാണുള്ളത്. അതിൽ ആഡർ എന്ന് പറയുന്ന വൈപ്പർ കുടുംബത്തിലുള്ള ഒരേ ഒരു ഇനത്തിനാണ് വിഷമുള്ളത്. നമ്മൾ ഈ പറയുന്ന പോലെ നോൺ വെനമസ് ആണ്, ത്രികോണ തലയല്ല, വട്ടത്തിലുള്ള പീപ്പിളാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മൂർഖനെ അവിടെ പ്രതിഷ്ഠിക്കണം, അല്ലെങ്കിൽ വെള്ളിക്കെട്ടനെ അവിടെ പ്രതിഷ്ഠിക്കണം. ആലോചിച്ച് നോക്കൂ. അത്തരത്തിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തീർത്തും അബദ്ധത്തിലേക്കാണ് പോകുന്നത്. തെറ്റായിട്ടുള്ള സാധനങ്ങളാണ്. പാമ്പുകളുടെ പ്രജനനത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലാണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒവി പാരസ് ആണ്. മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നത്. മലമ്പാമ്പ്, മൂർഖൻ, ചേര, ഇത്തരത്തിലുള്ള പാമ്പ്, വെള്ളിക്കെട്ടൻ, അതെല്ലാം. മറ്റൊന്ന് ഓവോ വിവി പാരസ് ആണ്. അണലികളിലൊക്കെയുള്ള മുട്ട വയറിനകത്ത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നൊരു സ്വഭാവമാണ്. ഇനി 3ാമത് ഒരെണ്ണം ഉള്ളത്, അപൂർവമായിട്ടുള്ളത് വിവി പാരസ് എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ തണ്ണീർത്തടങ്ങളിലെല്ലാം കാണുന്ന ചെളിക്കുട്ടപ്പാമ്പ്, കുട്ടപ്പാമ്പ് എന്നൊക്കെ പറയുന്ന കേരള മഡ് സ്നേക്ക്. ഈ പാമ്പുകൾ വിവി പാരസ് ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. വലത്തെ ഭാഗത്തെ ചിത്രത്തിലുള്ളത് പാമ്പിലെ ആൺപാമ്പുകളുടെ ജനനേന്ദ്രിയാണ് ഹെമിപെനസ് എന്ന് പറയും. പലപ്പോഴും ഇത് ബൈലോബ്ഡ് ആണ്. ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ഇടത്തെ ഭാഗത്തെ ചിത്രത്തിലുള്ളത് എണ ചേരുന്നതല്ല, മറിച്ച് ഫൈറ്റ് ചെയ്യുന്നതാണ്. ഇണ ചേരുന്നത് മീറ്റിംഗ് പലപ്പോഴും സട്ടിലായിട്ട് ഒരു മാളത്തിലോ അതല്ലെങ്കിൽ ഈ പറയുന്ന കല്ലുകളുടെ ഇടയിലോ പട്ടയുടെ ഇടയിലോ അങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല. ഇത് ടെറിട്ടറിക്ക് വേണ്ടി ഇവർ കോമ്പാറ്റ് ഡാൻസ് നടത്തുന്നതാണ്. റെസ്ലിംഗിലൊക്കെ ഉള്ള പോലെ ഒരാളെ പിൻ ഡൗൺ ചെയ്യുന്ന പോലെയാണ് ഉള്ളതാണ്. ഇതാണ് ഇടത്ത ഭാഗത്തെ ചിത്രത്തിൽ നടക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൂർഖനും ചേരയും ഇണ ചേരുന്നു എന്നുള്ളത്. ഇത് കൃത്യമായിട്ടൊരു ഇറ്റ്സ് ലൈക്ക് ലോക്ക് ആൻഡ് കീ. മൂർഖനുമായിട്ടും ചേരയുമായിട്ടും അണലിയുമായിട്ടും ഇണ ചേരുള്ളൂ. അല്ലാതെ മൂർഖനും വെള്ളിക്കെട്ടനും ഇണ ചേർന്ന് വേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പാമ്പുണ്ടാവുന്നു, അത് അതിഭീകര വിഷമാവുന്നു, അതൊക്കെ കഥകൾ മാത്രമാണ്. അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ അതിൽ നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ഒരാളിൽ നിന്ന് 100ാമത്തെ ആളിലേക്ക് എത്തുമ്പോൾ പലതരത്തിൽ വന്നിട്ടുള്ളതായിരിക്കും. ഈ ബൈലോബ്ഡ് ആയിട്ടുള്ളത് നമുക്കറിയാം. അതിന് ബൈലോബ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ചിത്രത്തിൽ കാണുന്ന പോലെ പലതരത്തിലുള്ള സ്പറുകൾ, മുള്ളുകൾ ഉണ്ട്. അപ്പൊ എന്തിനാണ് പരിണാമപരമായിട്ട് ഇതെങ്കിലും 2 എണ്ണമായിട്ട് ഒരേ സീസണിൽ തന്നെ ആൺപാമ്പുകൾ പല പെൺപാമ്പുകളായിട്ടാണ് ചേരും എന്ന് പറയപ്പെടുന്നു. ഇതേപോലെ പെൺപാമ്പുകൾ ഒരേ സീസണിൽ പല ആൺപാമ്പുകളായിട്ടാണ് ചേരുന്നത് പറയപ്പെടുന്നു. ചില പഠനങ്ങളില്ല, അമേരിക്കയിലൊക്കെ നടന്നിട്ടുള്ള കോൺസ്നേക്സിലൊക്കെ നടന്നിട്ടുള്ള, എനിക്കൊന്ന് കോൺസ്നേക്സോ കാട്ടർ സ്നേക്സോ ചെക്ക് ചെയ്യണം, നടന്നിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് ഒരേ സമയം അതായത് ഒരേ സീസണിൽ പല ആൺപാമ്പുകളായിട്ടാണ് ചേരുകയും ഏതാണ്ട് 6 മാസത്തോളം ഇത് അതിനകത്ത് സ്റ്റോർ ചെയ്യുകയും അതിനുശേഷം അത് അണ്ടവുമായിട്ട് സംയോജിച്ച് ഒരേ ബാച്ചിൽ തന്നെ മൾട്ടിപ്പിൾ ഫാദേഴ്സിന്റെ മൾട്ടിപ്പിൾ മെയിൽസിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. മാക്സിമം ജെനറ്റിക് ഡൈവേഴ്സിറ്റി എവല്യൂഷണറി പെർസ്പെക്റ്റീവ് അത്തരത്തിലുള്ള ഒബ്സർവേഷനുകളും പഠനങ്ങളും പാമ്പുകളിൽ ഒരുപാടുണ്ട്. പാമ്പുകളുടെ പ്രായം നിർണ്ണയിക്കുന്നത് നമുക്ക് കാഴ്ചയിൽ അങ്ങനെ നിർണ്ണയിക്കാൻ സാധിക്കില്ല. മറ്റു വലിയ ജീവികളുടെ പോലെ നമുക്ക് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ പാറ്റേൺ ഒന്നും ഇല്ല. അപ്പം ഒന്നല്ലെങ്കിൽ ഇവർ മുട്ട കഴിഞ്ഞോ അല്ലെങ്കിൽ പ്രസവിച്ചത് മുതൽ മരിക്കുന്നവരെ നമ്മൾ വളർത്തണം. അതല്ലാത്ത പക്ഷം ഇതിനെ തിരിച്ചറിയാനായിട്ട് സ്കെലറ്റോക്രോണോളജി എന്ന് പറയുന്ന ഒരേ ഒരു മെത്തേഡ് ഉള്ളൂ. പാമ്പ് ചത്ത് കഴിഞ്ഞിട്ട് നട്ടലിന്റെ സെക്ഷൻ എടുത്ത്
അതിൽ നമ്മൾ പലതരത്തിലുള്ള സ്ട്രെയിനിങ് പ്രോസസ്സിലൂടെ കൊണ്ടുപോയി ഇതിലുള്ള ലൈൻ ഓഫ് അറസ്റ്റഡ് ഗ്രോത്ത്സ് എന്ന് പറയും, LAGs എന്ന് പറയും. മരത്തിന്റെ പ്രായം നിർണ്ണയിക്കുന്നതിന് സമാനമാണ്, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിൽ നമുക്ക് ഏകദേശം ഒരു കണക്ക് പറയാനേ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇതിനെ വളർത്തണം. അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും ലൈഫ് സ്പാൻ പറയാനായിട്ട് സാധിക്കൂ. ഒരേ ബാച്ചിലുള്ള 10 മുട്ടകൾ 10 കൂട്ടിലിട്ട് 10 തീറ്റ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ 10 വലുപ്പത്തിലാണ് വരിക എന്നുള്ളത് കൊണ്ടാണ് ജനറലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇത് പറയുന്നത്. അതേപോലെ തന്നെ ആണും പാമ്പും തിരിച്ചറിയുക. എല്ലാ പാമ്പുകളിലും അല്ല, ഇപ്പൊ ചില പാമ്പുകളിൽ സാധിക്കും, പക്ഷെ വലിയൊരു ശതമാനത്തിലും ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ അവലംബിക്കുക തന്നെ വേണം. ലോകത്തിലെ പാമ്പുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്താൽ ലോകം മുഴുവൻ ധ്രുവപ്രദേശങ്ങൾ, അതിശൈത്യമായിട്ടുള്ള ധ്രുവപ്രദേശങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇന്ന് പാമ്പുകളുണ്ട്. അത് സാധാരണ ഈ പാമ്പുകളുണ്ട്, അല്ലാത്ത പക്ഷം പലയിടത്തും മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം പാമ്പുകൾ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേരിടുന്ന ഇന്ത്യയിലെ വലിയൊരു പ്രശ്നമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് എക്സോട്ടിക് പെറ്റ് ട്രേഡ് ആണ്. അപ്പം ആഫ്രിക്കൻ മുഷി, ആഫ്രിക്കൻ പായല്, അല്ലെങ്കിൽ ഒച്ച്, തിലാപ്പിയ പോലുള്ള സാധനങ്ങൾ പല ആവശ്യങ്ങൾക്ക് കൊണ്ടുവന്ന സാധനങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു. ഇനി ഒരു ഭാവിയിൽ ഒരു 5-10 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഇവിടേക്ക് ഇത്തരത്തിൽ വളർത്താൻ കൊണ്ടുവന്ന പല സാധനങ്ങളും നമ്മുടെ ചുറ്റുപാടും കാണാൻ തുടങ്ങും. ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായ ബൂമിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതിന് ഒരു 10 വർഷം മുമ്പേ തുടങ്ങിയ ഈ റെഡ് ഇയർ സ്ലൈഡർ എന്ന് പറയുന്ന സ്റ്റാർ ടോർട്ടോയ്സ് എന്നുള്ള പേരിൽ 250 രൂപയ്ക്ക് മേടിച്ചിരുന്ന സാധനം ഇന്ന് നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ഉണ്ട്. അഷ്ടമുടിക്കായല്, കോൾ തണ്ണീർത്തടങ്ങള്, നമ്മുടെ ഭാരതപ്പുഴയില്, ചാലിയാറില് ഇല്ലാത്ത ഒരു സിസ്റ്റം ഇല്ല എന്നുള്ള അവസ്ഥയാണ്. അത് പതിയെ നമ്മുടെ ഇവിടെ കാണുന്ന തനതായിട്ടുള്ള ആമ ഇനങ്ങളെ എല്ലാം ഇത് ഒഴിവാക്കും. കാരണം ഒരു ജനറലിസ്റ്റ് സ്പീഷീസ് ആണ്, എന്ത് തരത്തിലുള്ളതിലും സർവൈവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. അപ്പൊ ഞാനൊന്ന് പെട്ടെന്ന് ക്വിക്ലി ഓടിച്ചു തീർക്കാം. ആദ്യം പറഞ്ഞു 3900-ഓളം 4000-നടുത്ത് പാമ്പുകൾ ലോകം മുഴുവനുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് 340-ഓളം പാമ്പുകളുണ്ട്. അതിൽ തന്നെ കേരളത്തിൽ 130-ഓളം അല്ലെങ്കിൽ 131-ഓളം പാമ്പുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന ബിഗ് 4 എന്ന് പറയുന്നത് നായ എന്ന് ശാസ്ത്രീയ നാമമുള്ള സ്പെക്ടക്കൽ കോബ്ര, പത്തിയിൽ എന്നടയാളമുള്ള, ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച പാമ്പ്, എന്നടയാളമുള്ള ന്യൂറോടോക്സിക് ആയിട്ടുള്ള വെനമുള്ള നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന കോബ്ര എന്ന് പറയുന്നത്. നമ്മൾ ഈ 4 പാമ്പുകളിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മൂർഖൻ എന്ന് പറയുന്ന പാമ്പാണ്. ഒബ്വിയസ്ലി ഇരയായിട്ടുള്ള എലിയുടെ പുറകെ അല്ലെങ്കിൽ തവള പോലുള്ള പ്രധാനമായിട്ടും എലികളുടെ പുറകെയാണ് നമ്മൾ വനശ്വാസ പ്രദേശങ്ങളിലെല്ലാം ഇവരെ കണ്ടുവരുന്നത്. ഇനി ഇതിന്റെ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കസനാണ് നേരത്തെ ഭാഗത്തെ ചിത്രത്തിലുള്ള മോണോക്കോൾഡ് കോബ്ര എന്ന് പറയുന്ന നായ കൗത്തിയ എന്ന് പറയുന്ന പാമ്പ്. ഈ നായ കൗത്തിയയ്ക്ക് സ്പിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പഠനങ്ങൾ പറയുന്ന ഒരു 1 മില്യൺ to 2 മില്യൺ ഇടയിലാണ് ഇത് പരിണമിച്ചത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. മറ്റ് ആഫ്രിക്കയിലുള്ള പാമ്പുകളുടെ പോലെ കണ്ണുകളിലേക്ക് അല്ലെങ്കിൽ ഉയരത്തിലേക്ക് സ്പിറ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. എന്നാലും ചെറിയ രീതിയിൽ സ്പിറ്റ് ചെയ്യാൻ കഴിവുള്ള മൂർഖൻ പാമ്പുകളാണ്. നമ്മുടെ മൂർഖൻ പാമ്പുകളിൽ അത്തരത്തിലൊന്നും ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. രണ്ടാമതായിട്ട് വെള്ളിക്കെട്ടൻ. ഈ കഴിഞ്ഞ ദിവസവും പ്രശ്നമുണ്ടായ വെള്ളിക്കെട്ടൻ, അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ വളയങ്ങൾ ഉണ്ടെങ്കിൽ അത് വെള്ളിക്കെട്ടനോ ശംഖുവരനോ വളറപ്പനോ വളയവളയപ്പനോ ഒക്കെയാണ്. പക്ഷെ അതല്ല അവസ്ഥ. നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന പോലെ കറുത്ത നിറം അല്ലെങ്കിൽ കടും വയലറ്റ് നീല നിറത്തിൽ വെള്ള വളയങ്ങൾ ഉള്ളത് മാത്രമാണ്, ഈ നിറത്തിൽ മാത്രമാണ് നമുക്ക് ഇവിടെ വെള്ളിക്കെട്ടന്മാരെ കാണുന്നത്. ഇവരെ മിമിക് ചെയ്യുന്ന ശരീരത്തിൽ വളയങ്ങളുള്ള ഒരുപാട് പാമ്പുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ ഐഡന്റിഫിക്കേഷൻ ഫീച്ചർ എന്ന് പറയുന്നത് ഈ നടുക്ക്, അവരുടെ മുതുകിൽ നടുക്ക് കാണുന്ന ഹെക്സഗൺ ആയിട്ടുള്ള സ്കെയിൽസ് ആണ്, ഷഡ്ഭുജ ശൽക്കങ്ങളാണ്. അത് കാണണമെങ്കിൽ ശരിക്കും തൊട്ടടുത്ത് പോകണം, ഒന്നും നോക്കണ്ട. അതല്ലാതെ നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു കാര്യം ഈ 2 വളയങ്ങളാണ്. ഒന്ന്, അത് എപ്പോഴും കൺസിസ്റ്റന്റ് ആവണമെന്നില്ല. മറ്റൊന്ന് ഇവരുടെ തലയാണ്. നമ്മുടെ കയ്യിലെ മറ്റ് വിരലുകൾ പോലെയാണ് വെള്ളിക്കെട്ടന്റെ തലയിരിക്കുന്നത്. ഒരു കഴുത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് ഇവരെ മിമിക് ചെയ്യുന്ന ചൂരുപാമ്പുകളിലെല്ലാം ഒരു നെക്ക്, ഒരു ഡിപ്രഷൻ ഉണ്ട്, ഒരു ബോട്ടിൽ നെക്ക് ഉണ്ട്, പിന്നെ ഒരു തലയും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതില് വെള്ളിക്കെട്ടന്റെ അപരന്മാരാണ് താഴെയുള്ള ചിത്രങ്ങൾ. ഇനി ഈ സമയത്ത് ഈ വർഷം പ്രധാനമായിട്ടും വളരെയധികം നമ്പർ കൂടിയോ എന്നുള്ളതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ചൂട് കൂടിയിട്ടുണ്ട്, ചൂടിന്റെ സ്ട്രെസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇതൊരു കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ചൂട് കൂടി, അതിന്റെ സ്ട്രെസ് ഉണ്ട്, ആനിമൽസ് ആർ ഓൾസോ സ്ട്രെസ്. 2, ഇരകളുടെ പുറകെ, വീടിനകത്തേക്ക് വരുന്നത് പ്രധാനമായിട്ടും ഇരകളുടെ പുറകെയാണ്. 3, ഈ കാലയളവ് ഒരു വർഷത്തെ ഈ പറയുന്ന പാമ്പ് കടി ആശുപത്രികളിൽ വരുന്ന ഡാറ്റയും അതുപോലെ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന ഡാറ്റയും എടുക്കുമ്പോൾ ഒരു വർഷം നമുക്ക് 2 പീക്കാണ് വരുന്നത്. ഒന്ന് മാർച്ച് ഏപ്രിൽ മാസങ്ങളും, 2 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ചൂടുണ്ട്. 2, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി, ബിഗ് 4ലുള്ള പാമ്പുകളെല്ലാം കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയമാണ്. ഇനി 2 ജൂലൈ ഓഗസ്റ്റ് സമയത്ത് പ്രളയം അല്ലെങ്കിൽ ഹെവി റെയിൻ വരികയും മാളങ്ങളെല്ലാം സബ്മേർജ്ഡ് ആവുകയും ഈ ഇരയും പലപ്പോഴും വീടിനകത്തായിരിക്കും.
ഈ സബ്മേഴ്സ്ഡ് ആവുന്ന സമയത്ത് ഇവരുടെ പുറകെ വന്ന് പാമ്പുകൾ നമ്മുടെ വീടിനകത്തൊക്കെ കയറുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഈ 2 പീക്കാണ് പ്രധാനമായിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷം എന്താ പറയാ, കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു 1-2 മരണങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് ഈ കാലയളവിൽ. പക്ഷെ നമ്മൾ ആദ്യം സംസാരിച്ച പോലെ ഇത് വളരെയധികം ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരവസ്ഥയിൽ, അതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൽ ആദ്യമുണ്ടായ കേസിൽ അവര് ചൂട് അസഹ്യമായതുകൊണ്ട് തന്നെ വീട്ടിൽ ഹാളിൽ കിടന്നുറങ്ങിയായിരുന്നു. അപ്പൊ നിലത്ത് കിടന്നുറങ്ങുന്ന ഒരു അവസരത്തിലാണ് ഇത്. ഈ ക്രൈറ്റ് ശരിക്കും പറഞ്ഞാൽ അവിടെ തറ തേച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ അടിയിൽ എവിടെയോ മുട്ടയിടുകയും മുട്ട വിരിഞ്ഞു വന്ന സമയത്ത് ഇത് വാഷ്റൂമിന്റെ ഉള്ളിൽ കൂടെ വീടിനകത്തേക്ക് കയറാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ ദിവസം, ഇത് ഫസ്റ്റ് ഉണ്ടായ ദിവസം അങ്ങനെ കയറിയ ഒന്നിനെ ഇവർ കണ്ടെത്തി. രണ്ടാമത്തെ ദിവസം വീടിന് വെളിയിൽ തറയോട് ചേർന്ന് ഒന്നിനെ കണ്ടെത്തി. അതിനുശേഷം പിന്നെ 5-എണ്ണത്തോളം കണ്ടെത്തി. പിന്നീടാണ് നമ്മൾ സർപ്പേം ടീം എല്ലാവരും പോയി അത് കൃത്യമായിട്ട് എവിടെ നിന്നാണ് വരുന്ന ദ്വാരം ഒക്കെ കണ്ടെത്തുന്നതല്ല. അപ്പൊ പ്രജനനകാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്നേക് പീഡിയ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. സർപ്പ പോലെ തന്നെയാണ്, പക്ഷേ സ്നേക് പീഡിയ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, എഡ്യൂക്കേഷണൽ ആയിട്ട് നമുക്ക് പാമ്പുകളെ തിരിച്ചറിയാൻ സാധാരണക്കാരനെ സഹായിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അത്യാവശ്യം പഠിക്കാനായിട്ട് സാധിക്കും. മറ്റ് 2 പാമ്പുകൾ എന്ന് പറയുന്നത് അണലി വിഭാഗത്തിലുള്ളതാണ്, വൈപ്പർ വിഭാഗത്തിലുള്ളതാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് തേക്കിലപ്പുളി, വട്ടക്കൂറ, മഞ്ചട്ടി, ചേനത്തണ്ടൻ, അണലി എന്നൊക്കെ പറയുന്ന റസൽസ് വൈപ്പർ, ഡബോയ റസലി എന്ന് ശാസ്ത്രീയ നാമമുള്ള റസൽസ് വൈപ്പർ. 360 ഡിഗ്രി എന്നൊക്കെ പറയും. ഒരു അതിശോക്തിയാണ്, 360 ഡിഗ്രി കറങ്ങിക്കടിക്കൊന്നുമില്ല. എന്നിരുന്നാലും ദേ ആർ ഫാസ്റ്റ് ഇൻ ദർ റിഫ്ലെക്സസ്. അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ ഭയങ്കര അഗ്രസീവ് ആണ്, ഫാസ്റ്റ് ആയിട്ടാണ് കടിക്കുന്നത്. താരതമ്യേന മൂർഖനെ അപേക്ഷിച്ച് ഒരു പക്ഷേ മൂർഖൻ ശേഷം വിഷമുള്ള പാമ്പുകളിൽ 2ാമത് കൂടുതൽ കാണുന്നു. പക്ഷെ നമ്പറിൽ വളരെയധികം അന്തരമുണ്ട്. മൂർഖൻ ഒരുപാട് കാണുന്ന സമയത്ത് അതിന്റെ എനിക്ക് തോന്നുന്നു 18% 20% എന്തോ മാത്രമാണ് റസൽസ് വൈപ്പറിനെ കാണുന്നത്. പക്ഷെ കടിയേറ്റാൽ ഇത്തിരി അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. എന്നിരുന്നാൽ കൂടി രക്ഷിച്ചെടുക്കുന്ന വലിയൊരു ശതമാനം കേസുകളുണ്ട്. ഇത് കഴിഞ്ഞ് 4ാമനാണ് ഞാൻ സ്നേക് പീഡിയ, ഞാൻ അതിൽ വിശദമായിട്ട് കിടക്കുന്നില്ല, യു ക്യാൻ ചെക്ക് ഇറ്റ് ലേറ്റർ. 4ാമനാണ് ബിഗ് 4-ലെ സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയുന്ന ഈർച്ചവാൾ ശൽക്കളണി എന്നതിന്റെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ ആണ്. പക്ഷെ അവർ സാധാരണ ഇതിക്ക് ചുരുട്ടമണ്ഡലി, രക്തമണ്ഡലി എന്നൊക്കെ പറയുന്നുണ്ട്. ചെറിയ പാമ്പാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിലെ ചെങ്കൽ കുന്നുകളിൽ, കാസർഗോഡിന് ചേർന്ന് കിടക്കുന്ന കണ്ണൂർ പ്രദേശങ്ങളിൽ, വളരെ അപൂർവമായിട്ട് കോഴിക്കോട്, കൊണ്ടോട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന അതിനോട് ചേർന്ന് കിടക്കുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പോലുള്ള പ്രദേശങ്ങളിൽ മുൻകാലങ്ങളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. അതല്ലാതെ കാണുന്നത് ഇടുക്കി ജില്ലയിലെ ചിന്നാറില്, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി, അതുപോലെ പാലക്കാട് വളരെ കോമൺ ആയിട്ട് കാണുന്ന പ്രദേശം വാളയാർ, കഞ്ചിക്കോട് ബോർഡർ പ്രദേശങ്ങളിലാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തമിഴ്നാടായിട്ട് ബോർഡർ ചെയ്യുന്ന ചില പ്രദേശങ്ങളിലും ഇവരെ കാണാം. എന്നിരുന്നാലും കേരളത്തിൽ ഇവർ കടിച്ചുള്ള മരണങ്ങൾ ഓൾമോസ്റ്റ് നിൽ എന്ന് തന്നെ പറയാം. കാരണം പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കടികൾ വരുന്നത്. അതിൽ തന്നെ ഇപ്പം നമുക്ക് പരിചയമുള്ള ഡോക്ടർ ജോബി ഉണ്ട്. അദ്ദേഹം മുൻപ് പാലന ഹോസ്പിറ്റലായിരുന്നു, ഇന്ന് തങ്കം ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ ഒരു 5 വർഷ കാലയളവിൽ ഏതോ 30-ലധികം കേസുകൾ ഈ സ്നേക് ബൈറ്റ് അദ്ദേഹം ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആരും പോലും മരണപ്പെട്ടിട്ടില്ല, എല്ലാവരും സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതേ പാമ്പ് തന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് മരണങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പൊ ഇതല്ലാതെ നമുക്ക് കേരളത്തിൽ പാമ്പ് കടി ഉണ്ടാവുന്ന മറ്റൊരു പാമ്പാണ് ഹംബ്നോസ്ഡ് പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന മുഴമൂക്കൻ കുഴിമണ്ഡലി. പിറ്റ് വൈപ്പർ എന്നുള്ള കുഴിമണ്ഡലി എന്ന് പറയുന്നത്, പക്ഷെ കുഴി അല്ല, അവരുടെ മൂക്കിനും കണ്ണിനും ഇടയിൽ ലോറിയൽ ശൽക്കത്തിലുള്ള ഹീറ്റ് സെൻസിങ് ആയിട്ടുള്ള ഇൻഫ്രാറെഡ് സെൻസിങ് കപ്പാസിറ്റി ഉള്ള ഒരു പിറ്റ് എന്ന് പറയുന്ന ഓർഗൻ ഉണ്ട്. അങ്ങനെയാണ് അവർക്ക് ആ പേര് വരുന്നത്. വളരെ ചെറിയ ചേഞ്ചസ് വെച്ച് ഇവർക്ക് ആനിമൽസിനെ ഡിറ്റക്ട് ചെയ്യാനൊക്കെ സാധിക്കും. വനപ്രദേശങ്ങളിലും വനത്തോട് ചേർന്ന് കിടക്കുന്ന വെൽവുഡഡ് ഏരിയാസിലാണ് ഇതിനെ കാണുന്നത്. അപ്പം പലപ്പോഴും ചെറിയ പാമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കരിയിലൊക്കെ കിടക്കും, ചെരുപ്പെടാതെയും ഒക്കെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യേണ്ട വരുന്നവർക്കാണ് ഇതിന്റെ കടി കൂടുതൽ ഏൽക്കുന്നത്. അപൂർവമായിട്ടാണെങ്കിലും മരണം രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരവസ്ഥ ഉള്ളതുകൊണ്ട് ഇപ്പം അതിന്റെ ആന്റിവെനം വേണം എന്നുള്ള രീതിയിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ആണ് കടിച്ചതെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആന്റിവെനം ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല. ആന്റിവെനം കൊടുക്കുന്നതുകൊണ്ട് ഉപകാരമില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അത് ഉപദ്രവം ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളൊരു വസ്തുത. സോ കിങ് കോബ്ര ഏറ്റവും വലിയ വിഷപ്പാമ്പാണ്. കിങ് കോബ്ര മറ്റു പാമ്പുകളെ തിന്നും എന്ന് പറയുമ്പോഴും എല്ലാ പാമ്പുകളിലും കാനിബാലിസവും ഒഫിയോഫാഗിയും ഉണ്ട്. പക്ഷെ കിങ് കോബ്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് മറ്റു പാമ്പുകൾ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രൈമറി ഡയറ്റ് എന്ന് പറയുന്നത് മറ്റു പാമ്പുകൾ തന്നെയാണ്. അപൂർവമായിട്ട് ഉടുമ്പിനൊക്കെ തിന്നുന്നതായിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ട്. നേരെ മറിച്ച് കോബ്രയോ മറ്റു പാമ്പുകളോ ഒക്കെ തമ്മിൽ തിന്നും, അല്ലെങ്കിൽ മറ്റു ജനസിലുള്ള പാമ്പുകളെ തിന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ എപ്പോഴും പാമ്പുകളെയല്ല കഴിക്കുന്നത്. ഓപ്പർച്യൂണിസ്റ്റിക് ഒഫിയോഫാഗിയാണ് പലരിലും കണ്ടുവരുന്നത്. വിഷമുള്ള പാമ്പുകളിൽ മറ്റൊരു വിഭാഗമാണ് പവിഴപ്പാമ്പുകൾ എന്ന് പറയുന്നത്. കോറൽ സ്നേക്സ് എന്ന് പറയും. കടലിലായിട്ട് ബന്ധമില്ല, നേരെ മറിച്ച് അവരുടെ ശരീരത്തിലെ നിറങ്ങളാണ് അവർക്ക് ഈ പവിഴപ്പാമ്പുകൾ എന്ന് പറയുന്നത്. ന്യൂറോടോക്സിക് ആണ്. നേരിയ വിഷം, ന്യൂറോടോക്സിക് വിഷമാണെങ്കിലും വളരെ ചെറിയ ശരീരവും വളരെ ചെറിയ വിഷപ്പല്ലുകളും
വളരെ ശാന്ത സ്വഭാവമുള്ള പാമ്പുകളാണ്. ഇതിന്റെ കടി ഒരുപാട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മരണങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പം ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്തുകൊണ്ട് അവർക്ക് ഈ കോറൽ അല്ലെങ്കിൽ പവിഴപ്പാമ്പുകൾ എന്ന് പേര് വന്നു. മൂന്നാർ പ്രദേശങ്ങളിലൊക്കെ വളരെ കോമൺ ആണ്. നമുക്ക് മലപ്രദേശങ്ങളിലുണ്ട്. ഇപ്പം സൈലന്റ് വാലി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ മൂന്നാർ പ്രദേശങ്ങളിൽ ഇവരെ രാജാക്കാട് ഭാഗത്ത് ഇതിനെ നടരാജ് പെൻസിൽ പാമ്പ് എന്നാണ് വിളിക്കുന്നത്. അവരുടെ പാറ്റേൺ കളർ കാണും. കടൽ പാമ്പുകൾ ഏറ്റവും വിഷമുള്ള പാമ്പുകളാണ്. കാരണം അവരുടെ ആഹാരങ്ങൾ എന്ന് പറയുന്നത് മത്സ്യങ്ങളാണ്. കടിയേറ്റാൽ പെട്ടെന്ന് ചാവണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പരിണാമപരമായിട്ട് ഇവർക്ക് ഏറ്റവും പൊട്ടന്റ് ആയിട്ടുള്ള വെനം വന്നിട്ടുള്ളത്. എന്നാൽ ഇവരെ അത് മനുഷ്യനെയോ മറ്റ് ജീവികളെ കടിക്കാൻ പറ്റുന്ന തരത്തിലല്ല ഇവരുടെ വെനം ഡെലിവറി മെക്കാനിസം. വെള്ളത്തിന് പുറത്ത് ഇവർ തീർത്തും എന്താ പറയാ, ഇത് സഹായമായിട്ടുള്ള ജീവികളാണ്. പലപ്പോഴും വലയിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ കൈ കൊണ്ടാണ് എടുത്ത് കളയുന്നത്. എനിക്ക് തോന്നുന്നു ചെന്നൈയിലും അതേപോലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിലും ഒരു കേസ് ഒഴിച്ചാൽ ഇത് മൂലമുള്ള കടികളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഇതുകൊണ്ടാണ് ഇപ്പൊ രാജവെമ്പാല മനുഷ്യരെ കടിക്കുന്നില്ല. പാമ്പിനെ വെച്ച് സർക്കസ് കാണിച്ച കുറച്ച് പേർക്ക് കടി കിട്ടി, അല്ലെങ്കിൽ ഒരു അപകടമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തിരുവനന്തപുരം സൂലുണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ ഈ മൂന്ന് കേസുകൾ, രണ്ടുപേര് സർക്കസ് കാണിച്ചവർക്ക് കടി കിട്ടിയത് ആസാമിലും കർണാടകത്തിലും, പിന്നൊന്ന് തിരുവനന്തപുരം സൂ ഒഴിച്ചാൽ അത് കടിക്കുന്ന ഒരു കേസുകളേ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരുടെ ആന്റിവെനം പ്രൊഡക്ഷൻ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് നിർത്തിയത്, കിങ് കോബ്രയുടെ. അതുപോലെ ഈ തരത്തിലുള്ള പാമ്പിൾ ഇത് ഉണ്ടാക്കി, ഇത് പാമ്പിൽ നിന്ന് എടുക്കണം, ആന്റിവെനം ഉണ്ടാക്കണം, അത് സൂക്ഷിക്കണം, കുറച്ചു കാലം കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമാവുകയാണ്. ആ അവസരത്തിലാണ് ഇത് ഈ ബിഗ് ഫോറിന് മാത്രം എന്ന് പറയുന്ന ഒരു രീതിയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പം ഹംനോ സ്പിറ്റ് വൈപ്പർ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിൽ കാണുന്ന മറ്റു ചില പാമ്പുകൾ, ഇപ്പോൾ നാജ കൗത്തിയ എന്ന് പറയുന്ന പാമ്പുകൾക്കെല്ലാം വേണം എന്നുള്ള രീതിയിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നത്. എല്ലാത്തിലേക്കും വിശദമായിട്ട് കിടക്കുന്നില്ല. ഇനി പ്രധാന ഭാഗം ലോറിയൽ പിറ്റ്, ഇടത്ത ഭാഗത്തെ ചിത്രത്തിലെ കണ്ണിന്റെ മൂക്കിനിടയിൽ കാണുന്ന ഈ ദ്വാരത്തിനാണ് ലോറിയൽ പിറ്റ് ഓർഗൻ എന്ന് പറയുന്നത്. രണ്ട് വലത്തെ ഭാഗത്ത് മലമ്പാമ്പുകളിൽ ഇത്തരത്തിൽ പിറ്റ് ഉണ്ടായിരുന്ന ലേബിയൽ പിറ്റ്സ് എന്നാണ് പറയുക. മൂക്കിന് താഴെയായിട്ട് സുപ്ര ലേബിയൽസ്, മേൽ ചുണ്ടിൽ ഇത്തരത്തിലുള്ള പിറ്റ്സ് കാണാനായിട്ട് സാധിക്കും. എല്ലാ പാമ്പുകളെയും പരിചയപ്പെടുന്ന പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ചുറ്റുപാടും വൃത്തിയാക്കി സൂക്ഷിക്കുക, അലക്ഷ്യമായിട്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ ഇടാതിരിക്കുക, ഈ പറയുന്ന ഇവരെ ഇരയെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന കാർബോളിക് ആസിഡ്, മറ്റേ സോളാർ വെച്ചിട്ട് വൈബ്രേഷൻ ഇറക്കുന്ന സാധനം, ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വടി സ്റ്റിക്ക് വെച്ച് പാമ്പിനെ ഡിറ്റക്ട് ചെയ്യാമെന്ന് പറഞ്ഞിറങ്ങിയത് ശുദ്ധ മണ്ടത്തരാണ്. അത് ഒന്ന് പ്രോട്ടോടൈപ്പ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊരു കോൺഫറൻസിലോ എന്തിലോ പ്രസന്റ് ചെയ്തു. പക്ഷെ അവർ പറയുന്ന അതിന്റെ എന്താ പറയാ വർക്കിംഗ് മെക്കാനിക്സ് വെച്ചിട്ട് അത്തരത്തിലുള്ള ഒരു സാധനം ഒരു തരത്തിലും വർക്ക് ചെയ്യില്ല. ഇതിലെ പല സാധനങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിന്റെ മാർക്കറ്റിംഗ് ഭാഗത്ത് പുതിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. ചുരണ്ടിക്കളഞ്ഞത് യൂറോപ്പിലോ US-ലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ഉണ്ടായിരുന്ന സാധനങ്ങൾ അവിടെയൊന്നും ഫലപ്രദമല്ലാതെ ഇവിടെ വന്ന് നമ്മുടെ മരണഭയത്തെ അല്ലെങ്കിൽ പേടിയെ വിറ്റ് കാശാകുന്ന തരത്തിലുള്ള തട്ടിപ്പ് പരിപാടികളാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ എത്ര നേരം നിൽക്കും എന്നുള്ളൊരു ബോധ്യമാണ്. പിന്നെ ആസിഡ് പോലുള്ള സാധനങ്ങൾ അത് ലീച്ച് ചെയ്ത് നമ്മുടെ വെള്ളത്തിൽ ഇറങ്ങി നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു 30-50 വയസ്സായിട്ടുള്ള ഒരാൾ ജീവിതത്തിൽ എത്ര തവണ ഒരു പാമ്പിനെ കാണുന്നുണ്ടാവും? ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കലായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിലാണ് അതിൽ കൂടുതൽ കാണുന്നുണ്ടാവും. അപ്പൊ ഈ കാണുന്ന ആള് ഇന്ന് കണ്ടു, കുറച്ച് വെളുത്തുള്ളി കലക്കി ഒഴിച്ചു അല്ലെങ്കിൽ മണ്ണെണ്ണ കലക്കി ഒഴിച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമാവും കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ അട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് വരാത്തത് ആ സാധനം ഒഴിച്ചുകൊണ്ടാണ് എന്നുള്ളൊരു ധാരണയിലാണ്. അപ്പൊ ഇത്തരത്തിൽ പല നമ്മുടെ പേടിയെ വിറ്റ് വർക്ക് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ വിറ്റ് കഴിക്കുന്ന സാധനങ്ങളാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഇത് വിറ്റാൽ അവർക്ക് കമ്മീഷൻ കിട്ടും, പക്ഷെ നമ്മളെ കാശ് പോകുന്നുള്ളതല്ലാണ്ട് ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല എന്നുള്ളതാണ് വസ്തുത. രാത്രികാലങ്ങളിൽ വെളിച്ചം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് വേനൽ എന്നോ മഴ എന്നോ എന്നല്ല, വെളിച്ചം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കയ്യിൽ ടോർച്ചോ മൊബൈലിലെ ടോർച്ചോ അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന പ്രദേശങ്ങളിൽ ഇതുണ്ടാവും. അപ്പൊ വിറക് എടുക്കുന്നിടത്ത് കടി കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഈ വിറക് നമ്മൾ എപ്പോഴും വീടിനോട് ചേർന്ന് വീടിനകത്തേക്ക് ഇത് കയറി വരാവുന്ന അവസ്ഥയിൽ സൂക്ഷിക്കരുത്. അല്ല, ഇനി രാത്രി കാലത്ത് വിറക് വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വെളിച്ചമുള്ള സമയത്തെ ഇത് വളരെ ശ്രദ്ധയോടെ ഇത് കൊണ്ട് അകത്ത് വയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. അപ്പൊ അത്തരത്തിൽ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കരിയില പോലെയുള്ള സാധനങ്ങൾ ഏതു നേരവും ഇങ്ങനെ എണ്ണം രണ്ടായിട്ട് കിടക്കാതിരിക്കുക. ഇതിനകത്ത് വന്ന് ഇവർക്ക് കോസി ആയിട്ട് ഇരുന്ന് ഇര പിടിക്കാനോ റെസ്റ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കുക. അറിയാണ്ട് നമ്മൾ ഇവിടെ പോകുമ്പോൾ ചവിട്ടുമ്പോഴാണ് നമ്മൾ കടിക്കുന്ന ഇൻസിഡൻസ് ഉണ്ടാവുന്നത്. കുട്ടികളെ ബോധവൽക്കരിക്കുക. വെക്കേഷൻ കാലത്ത് ഇത്തരത്തിൽ കളിക്കാനും അതിലും ഇതിലൊക്കെ ചെന്ന് പോകുന്നു, കൈയിടുന്നു, ഇങ്ങനെ അവര് എന്താ പറയാ അപകടത്തിലേക്ക് പോവാതെ അവരെ നിരന്തരം ഇതിനെക്കുറിച്ച് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് നമ്മൾ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ഇത് ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് പലയിടത്തും ചർച്ച ചെയ്യാറില്ല. പക്ഷെ ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വേനൽ മാത്രമല്ല അല്ലാതെയും പലരും നിലത്ത് കിടങ്ങുന്ന ഒരു സിറ്റുവേഷനും ആ സമയത്ത് കടിയുണ്ടാവുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ കിടക്കേണ്ടി വരുമ്പോൾ ഒരു കൊതുകുവല ഉപയോഗിക്കുക, നമ്മുടെ പായയുടെ അടിയിലേക്കോ കിടക്കയുടെ അടിയിലേക്കോ ഇത് ടക്കിൻ ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പാമ്പ് ഇരയുടെ പുറകെ പോകുന്നതോ ഇതേ നേരത്തെ പറഞ്ഞ പോലെ മുട്ട വിരിഞ്ഞ് വരുന്നതോ ഒക്കെ ആയിരിക്കും. നമ്മൾ കിടക്കുന്നു, തിരിയുന്നു, വേദനിക്കുന്ന സമയത്ത് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെന്റ്സ് ആയിരിക്കും പലപ്പോഴും ഇവര് ട്രിഗർ ചെയ്യുന്നത്. അശാസ്ത്രീയമായിട്ടുള്ള രീതികളിലേക്ക് പോകാതിരിക്കുക, ടൂർണിക്ക ഒന്നും കെട്ടണ്ട. ഒരു ഇന്നത്തെ ഗൈഡ് ലൈൻസ് പറയുന്ന കാര്യങ്ങൾ അടുത്ത സ്ലൈഡിൽ പറയാം. അതുപോലെ ഈ പറയുന്ന വൈദ്യോ അല്ലെങ്കിൽ ഇപ്പൊ പലതരത്തിൽ ഇതിന് ദിസ് ഡസന്റ് മീൻ ദാറ്റ് ലൈക്ക് ആയുർവേദം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതിനൊന്നും ഒരു ഉപകാരമല്ല. പലതരത്തിൽ ഉപകാരം ഉണ്ടാവായിരിക്കാം, ഇപ്പൊ പുറമേയുള്ള വേദനയ്ക്ക് ഇതല്ല. പക്ഷെ പാമ്പ് കടിയേറ്റുള്ള ഇഷ്യൂസിന് ശരീരത്തിനകത്തേക്ക് വിഷം കയറി കഴിഞ്ഞാൽ അതിനെ നിർവീര്യമാക്കാനായിട്ട് ആന്റി സ്നേക്ക് വെനം അല്ലാതെ മറ്റൊരു ട്രീറ്റ്മെന്റ് ഇതിന് സാധിക്കില്ല. അപ്പം കടിയേറ്റ് കഴിഞ്ഞാൽ സോപ്പിട്ട് കഴുകാൻ പാടില്ല, അതല്ലെങ്കിൽ ഈ പറയുന്ന ഉപ്പുവെള്ളം കുടിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാണ്ടത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പൊ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഗോൾഡൻ അവർ എന്ന് പറയപ്പെടും. എന്ന് വെച്ചാൽ ആ അവറിനുള്ളിൽ എത്തിച്ചാൽ നമുക്ക് സാധ്യതകൾ വളരെ കൂടുതൽ. അതിൽ അവറിനുള്ളിൽ എത്തിച്ചില്ലെങ്കിൽ ഒന്നും അല്ല, കഴിഞ്ഞു, ഇനി കാര്യമില്ല എന്നുള്ളതല്ല. പക്ഷെ ദാറ്റ് 1 hour ഇസ് വെരി ക്രൂഷ്യൽ. അതിനുള്ളിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആശുപത്രിയിൽ ചെന്ന ഉടനെ ആന്റിവെനം നമുക്ക് അടിച്ചു തരാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കതെടുത്ത് കലക്കി കുടിക്കാനോ സാധിക്കില്ല. ഇത് നോക്കി അത് നമ്മുടെ ശരീരത്തിൽ റിയാക്ഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് പലതരത്തിലുള്ള പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടാണ് ഡോക്ടർമാർ ഇത് ചെയ്യുന്നത്. സോ ദാറ്റ് നീഡ്സ് ടൈം. അപ്പൊ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതൊരു വസ്തുതയാണ്. പണ്ട് കാലത്ത് കെട്ടിയിരുന്നു, ആ കെട്ടുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് കെട്ടരുത് എന്ന് പറയുന്നത്. പ്രഷർ ബാൻഡേജ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് കെട്ടാനായിട്ട് അറിയാം. ഒരു അൺട്രെയിൻഡ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അത് ചെയ്യാൻ നിൽക്കരുത്. അത് ചെയ്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ എത്തിച്ചാൽ മതി എന്നുള്ളതല്ലാതെ വേറെ ഒരു ഫസ്റ്റ് എയ്ഡും ചെയ്യണ്ട എന്ന് പറയുന്നു. അതിനെ പറയുന്നത് ഡു ഇറ്റ് റൈറ്റ് എന്നാണ് പറയുന്നത്. റീഅഷ്യൂർ, കടി കിട്ടുന്ന ആളെ സമാധാനിപ്പിക്കുക, പേടിപ്പിക്കാതിരിക്കുക. പേടിപ്പിച്ച് എന്താ പറയാ രക്തയോട്ടം കൂട്ടി അതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കുക. ഇമ്മൊബിലൈസ്, കടി കിട്ടുന്ന ആളെ ഓടിച്ചോ നടത്തിയോ കൊണ്ടുപോകാതെ കസേരയിലെത്തിയോ സ്ട്രക്ചറിൽ കിടത്തിയോ ആംബുലൻസിലേക്ക് എത്തിച്ച്, ഏറ്റവും ഐഡിയൽ ആംബുലൻസ് ആണ്, ഇനി കിട്ടിയില്ലെങ്കിലാണ് നമ്മളുടെ വണ്ടികളിൽ എത്രയും പെട്ടെന്ന് ഗോ ടു ഹോസ്പിറ്റൽ, നിയറസ്റ്റ് ASV ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റൽ. അതായത് ASV ഉണ്ടായിട്ട് കാര്യമില്ല, ASV അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാടോ ഇടുക്കിയോ ഒഴികെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ 1 മണിക്കൂറിലോ അരമണിക്കൂറിലോ നമുക്ക് എത്താൻ സാധിക്കുന്ന തരത്തിൽ ഗവൺമെന്റ് പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. അപ്പൊ ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആശുപത്രികളാണെങ്കിലും പാമ്പ് കടിയേറ്റാല ചികിത്സയ്ക്കുള്ള 1 ലക്ഷം രൂപ വരെയുള്ള തുക വനംവകുപ്പ് റീഇംബേഴ്സ് ചെയ്യുന്നതായിരിക്കും. അതത് ജില്ലയിലെ സോഷ്യൽ ഫോറസ്റ്റ് DFOമാർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഈ ബില്ലുകൾ ചികിത്സിച്ച ഡോക്ടർ സർട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. ആൻഡ് ഫൈനലി ടെൽ ദ ഡോക്ടർ, ഡോക്ടറോട് കാര്യങ്ങൾ പറയുക, എന്തുണ്ടായി, പാമ്പിനെ കണ്ടു അല്ലെങ്കിൽ കടിച്ചു, പാമ്പിനെ തല്ലിക്കൊന്നോ അല്ലെങ്കിൽ കുപ്പിനകത്തോ ജീവനോടെയോ കൊണ്ടുപോകേണ്ട കാര്യമില്ല. പറ്റിയാൽ മാത്രം ഒരു ഫോട്ടോ എടുക്കുക, അത് കാണിച്ചു കൊടുത്താൽ അത് ചികിത്സയിൽ സഹായിക്കും. എന്നിരുന്നാലും അതില്ലെങ്കിലും ചികിത്സ ഇതിനെ നോക്കിക്കൊണ്ടല്ല ചികിത്സിക്കുക, വിഷം കയറിയിട്ടുണ്ടോ എന്ന് ആശ്രയിച്ചാണ്. അപ്പോൾ ഹംബ് ടിപ്പർ കടിച്ചു, ഇതാണെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ അവിടെ ആന്റിവെനം ട്രീറ്റ്മെന്റ് വേണ്ട. അതല്ലാതെ ഡയാലിസിസോ അത്തരത്തിലുള്ള ഒബ്സർവേഷനിലുള്ള ട്രീറ്റ്മെന്റോ ആണ് വേണ്ടത്. അത് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് എ ഡു ഇറ്റ് റൈറ്റ് എന്നാണ് പറയുന്നത്. സർപ്പ ആപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത്തരത്തിൽ ഇപ്പം തമിഴ്നാട് ഇതിനെ അഡാപ്റ്റ് ചെയ്ത് അവർ നാഗം എന്നുള്ള പേരിൽ ഇതേ സാധനം ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒഡീഷ ആവട്ടെ, ഉത്തരാഖണ്ഡ് ആവട്ടെ, മഹാരാഷ്ട്ര ആവട്ടെ, കർണാടക ആവട്ടെ, ഇന്ന് സെയിം സർപ്പ എന്ന് പറയുന്ന മോഡൽ, സർപ്പ മോഡൽ ഇന്ന് അവലംബിച്ചിട്ടുണ്ട്. അവരും ഇത്തരത്തിൽ ഗൈഡ് ലൈൻസ് ഫോം ചെയ്ത് ട്രെയിനിങ് നൽകി ലൈസൻസ് നൽകുന്നുണ്ട്. സർപ്പ ആപ്പിന്റെ ഒരു ഇന്റർഫേസ് നോക്കുക, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതേപോലെ മറ്റൊരു ആപ്പാണ് സ്നേക് പീഡിയ. സ്നേക് പീഡിയയിൽ കുറച്ചും കൂടി നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻഫർമേഷൻ ബേസ്ഡ് ആണ്. പാമ്പുകളെ കുറിച്ച് തിരിച്ചറിയാനും പഠിക്കാനും ഒക്കെ ഉള്ള രീതിയിൽ നമുക്ക് ഫേസ്ബുക്കിൽ കേരളത്തിലെ പാമ്പുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്. ഒരുപാട് ആളുകൾ അതിൽ 24/7 പാമ്പുകളെ തിരിച്ചറിയാൻ സഹായിക്കാനായിട്ട് ഗ്രൂപ്പിൽ മെമ്പറായി വന്ന് ഇതുമായിട്ട് ബന്ധമില്ലാതെ ഇത് പഠിച്ചെന്ന് ഗ്ലോബലി ഉള്ള പാമ്പുകളെ തിരിച്ചറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഗ്രൂപ്പിലുണ്ട്. അതല്ലാതെ നമുക്ക് ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ഏതാണ്ട് 900 ഡോക്ടേഴ്സ്, പ്രാക്ടീസിങ് ഡോക്ടേഴ്സ് ഉള്ള ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ. ആശുപത്രിയിൽ വരുന്നു, ഈ പറയുന്ന തല്ലിപ്പല്ല് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ ഫോട്ടോ എല്ലാം ഗ്രൂപ്പ് ഇടുകയും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിഞ്ഞ് അത് ട്രീറ്റ്മെന്റിന് സഹായമാകുന്ന രീതിയിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം സംയുക്തമായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന സ്നേക് ബൈറ്റ് എന്ന് പറയുന്ന കാര്യത്തെ ഡീൽ ചെയ്യുന്നത്. ആന്റിവെനത്തിന്റെ ഒരു ചിത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഡോണ്ട് ഹാൻഡിൽ സ്നേക്സ് ഫോർ പബ്ലിക് അറ്റൻഷൻ, യു മേ ഗെറ്റ് ബിട്ടൺ ഓർ കിൽ. ഇത് ഇത്തരത്തിലുള്ള മരണങ്ങൾ മുമ്പ് ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ട് കേരളത്തിൽ ഇത് കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും മലമ്പാമ്പാണെന്ന് പറഞ്ഞ് അണിലിയെ പിടിച്ച് കടിമേടിക്കുന്നതും അത്തരത്തിലുള്ള പിടിത്തങ്ങൾ പലരും പലയിടത്ത് ചെയ്യുന്നുണ്ട്. ഇഞ്ചറി ടു ദ റെസ്ക്യൂവർ, പാമ്പിനെ പിടിക്കുന്നത് ഇടത്തെ ഭാഗത്തുള്ള ആള് ഈ ചിത്രത്തിലുള്ളത് ഈ ഇതേപോലെ പാമ്പിനെ വെച്ച് ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ ചെയ്ത് കടിയേറ്റ് മരിച്ചതാണ് കിങ് കോബ്ര. ഇഞ്ചറി ടു ദ റെസ്ക്യൂവറും അതേസമയം ഇഞ്ചറി ടു ദ സ്നേക്കും, ഇത് രണ്ടും പോസിബിൾ ആണ്. സ്നേക് ബൈറ്റ്സ് ആർ നോട്ട് ഗുഡ്. സോ ദിസ് ഇസ് പ്രൈമർലി ടു ദ പീപ്പിൾ ഹു ഡു ലോട്ട് ഓഫ് സർക്കസ് വിത്ത് സ്നേക്സ്.
സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ നൗ. അപ്പം കുറച്ച് ഓവർഷൂട്ട് ചെയ്തു, എന്നിരുന്നാലും ഇത് ഒഴിവാക്കാൻ പാടില്ലാത്ത പറയേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. നൗ I'll be happy to take questions. Thank you. സന്ദീപ്, ഹലോ. പറഞ്ഞോളൂ മാഷ്. ഇല്ല, സമയം അധികം എടുത്തിട്ട് നമ്മള് ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് ആയതുകൊണ്ട് നമുക്ക് അധികം സമയം എടുത്തതിന് അത് പ്രശ്നം ഇല്ല. നമുക്കൊരു ഇന്ററാക്ഷൻ വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് ആകാം. നമുക്ക് അധികം സമയമില്ല. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഒരു 5-10 മിനിറ്റിനുള്ളിൽ. ഓക്കെ. ഹലോ, ദിസ് ഇസ് രഹാന ഫ്രം ട്രിവാൻഡ്രം. ഓക്കെ റഹാന. സന്ദീപ്, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ചുറ്റുവട്ടത്ത് മൂങ്ങ, പരുന്ത്, ഉപ്പൻ ഇവയുടെ എണ്ണം കുറഞ്ഞത് പാമ്പിന്റെ എണ്ണം കൂടാൻ കാരണമായിട്ടുണ്ടോ? ഈ ഒന്നാമത്തെ കേസിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പാമ്പിന്റെ എണ്ണം കൂടിയോ എന്ന് ചോദിച്ചാൽ, എണ്ണം കൂടിയതാണോ നമ്മൾ കാണുന്നത് കൂടിയതാണോ എന്നുള്ളൊരു വസ്തുതയുണ്ട്. മുൻകാലങ്ങളിൽ ഒരു വീടിന് അടുത്ത വീട് എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അതനുസരിച്ച് സ്ഥലം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്ഥലം കുറഞ്ഞതനുസരിച്ച് പാമ്പ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് വേണ്ടി വരും പറയാൻ. കാരണം നമ്മുടെ ഇടയിൽ ജീവിക്കാൻ അവർ അഡാപ്റ്റായി. ഇനി മൂങ്ങകളും ഈ പറയുന്ന നമ്മുടെ ഉപ്പനും എല്ലാം പാമ്പുകളെ കഴിക്കും എന്നെങ്കിലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പാമ്പുകളെ കഴിക്കുന്ന നമ്മുടെ ചുറ്റുപാടുള്ള ഒരു പക്ഷി മയിലാണ്. ഇതേ മയില് നമ്മുടെ ചുറ്റുപാട് ഒരുപാട് കൂടിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഈ മയിൽ മുഴുവൻ തന്നെ തിന്നു തീർക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ കോറിലേഷൻ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. സർപ്ലസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട് എന്നുള്ളത് ഈ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം തന്നെയാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമായിട്ടുള്ള സ്ട്രേ ഡോഗ്സ്. അത് ഈ സ്ട്രേ ഡോഗ്സ് പല സൊല്യൂഷൻസ് പറയുമ്പോഴും അതിന് ഏറ്റവും കോർ ഇഷ്യൂ എന്ന് പറയുന്നത് പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അത് എഫിഷ്യന്റ് ആവാതെ ഈ എന്താ പറയുക, ഫുഡ് സോഴ്സ് നമ്മൾ കുറയ്ക്കാതെ സ്ട്രേ ഡോഗ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന്റെ ഇഷ്യൂ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എലികൾ സർപ്ലസ് ആയിട്ടുള്ള ഈ ഭക്ഷണം കുറയാതെ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പം ഈ അർബൻ വൈൽഡ് ലൈഫിൽ പെടുത്താവുന്ന മൂങ്ങ, ഉപ്പൻ പോലെയുള്ള പക്ഷികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ഇനി വേറൊരു കാര്യം, ഈ പറയുന്ന പക്ഷികളുടെ പ്രൈമറി ഡയറ്റ് പാമ്പുകളല്ല. അതുകൊണ്ട് ഇത് കൂടി എന്ന് പറയാമോ എന്നുള്ളത് ഞാൻ ഐ വുഡന്റ് സേ യെസ്, ബട്ട് ഇതിന് കോറിലേഷൻ ഉണ്ടെങ്കിലും അതുകൊണ്ട് കൂടി എന്നുള്ളത് പറയാമോ എന്നുള്ളത് ഐ എം ഡൗട്ട്ഫുൾ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നമ്മൾ ഈ പിടിക്കുന്ന പാമ്പുകൾ നമ്മൾ കാട്ടിലാണ് കൊണ്ടുവിടുന്നത്. അപ്പം വി ഓൾ നോ ദാറ്റ് ഓരോ പ്രാവശ്യം പാമ്പ് മുട്ടയിടുമ്പോൾ ഒരു വലിയ ക്ലച്ച് ഓഫ് എഗ്സ് ഉണ്ട്, ഒരു നമ്പർ ഓഫ് എഗ്സ് ഉണ്ട്. അപ്പം നമ്മൾ എനോർമസ് ആയിട്ട് പാമ്പിന്റെ പോപ്പുലേഷൻ കാടുകളിൽ കൂടുകയല്ലേ, അത് കാടിന്റെ ബയോഡൈവേഴ്സിറ്റി അഫക്ട് ചെയ്യാൻ ചാൻസ് ഇല്ലേ? അതായത് നമ്മൾ ഇത് സയന്റിഫിക് വേ എന്ന് പറയുമ്പോഴും ഇറ്റ് ഇസ് നോട്ട് 100% സയന്റിഫിക്. 100% സയന്റിഫിക് ആകണമെങ്കിൽ നമ്മൾ പിടിക്കുന്നവർ തന്നെ റിലീസ് ചെയ്യണം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് ഇത്രയും മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നമുക്ക് അവിടെ തന്നെ റിലീസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോട്ടോകോൾ പ്രശ്നമല്ല. ആഗോളതലത്തിൽ ഒരുപാട് പഠനങ്ങളുണ്ട്. അതിൽ പറയുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്ലൊക്കേഷൻ ഈസ് ഹാംഫുൾ എന്നുള്ളത്. എന്നാൽ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്ലൊക്കേഷൻ ഈസ് നോട്ട് ഹാംഫുൾ, ആനിമൽസ് ആർ കോപ്പിംഗ് അപ്പ് എന്നുള്ള രീതിയിൽ. അപ്പൊ കേരളത്തിലും അത്തരത്തിലുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നുണ്ട്, ഹൗ ദീസ് ട്രാൻസ്ലൊക്കേഷൻ ആർ എഫക്ടിങ് എന്നുള്ളത്. ഇനി ഇതിൽ വേറെ ചില ഒബ്സർവേഷൻസ് വൈസ് നമ്മൾ ഈ ടാഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പൊ മുറിവുള്ള ട്രീറ്റ് ചെയ്യുന്ന ചില പാമ്പുകളെ റീലൊക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഒബ്സർവേഷൻസ് ഇപ്പം വനംവകുപ്പിന് അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഈ ചില കേസുകളിൽ ഈ വിടുന്ന പാമ്പുകളെ പിന്നീട് കാണുകയും അവിടെ ഈ വനപ്രദേശങ്ങൾ നല്ലോണം സർവൈവ് ചെയ്യുന്നതായിട്ട് കാണാനും സാധിക്കും. വനപ്രദേശങ്ങളിൽ ഈ പറയുന്ന നമ്മൾ പ്രധാനമായിട്ടും പിടിക്കുന്ന മൂർഖൻ, മലമ്പാമ്പ്, ഈ പറയുന്ന സാധനങ്ങളെല്ലാം കാണുന്ന അല്ലെങ്കിൽ വനപ്രദേശങ്ങളിൽ ഇൻഹാബിറ്റ് ചെയ്യുന്ന പാമ്പുകൾ കൂടിയാണ്. സോ ഫോർ നൗ നമുക്ക് ഈ പറയുന്ന ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വനപ്രദേശങ്ങളിൽ റിലീസ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ലോജിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് വസ്തുത. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ സെഷൻ. നോ വരീസ്. താങ്ക് യു. സന്ദീപ് സാർ, ഞാൻ സനലാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയുടെ ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറിയോട് ചേർന്ന് ഉള്ള സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ്, കാക്കയങ്ങാട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്റെ വീടിന്റെ ചുറ്റുവട്ടത്ത്
ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ വൈഫും അച്ഛനും അമ്മയും അടക്കം നമ്മളെ ചുറ്റുവട്ടത്തുള്ള അയൽവക്കക്കാരടക്കം ഒരു 5-6 തവണ വലിയൊരു മൂർഖനെ കണ്ടിട്ടുണ്ട്. അത് പല തവണയായിട്ട് കണ്ടിട്ടുണ്ട്, വളരെ വീടിനോട് വളരെ നിയർ ആയിട്ട്. അപ്പോ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ മുട്ടയിട്ട് വളരാനുള്ള സമയം ഇത് എപ്പോഴാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏതൊരു ആവാസ വ്യവസ്ഥയിലാണ് ഇത് ജീവിക്കുക എന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? അതായത് ഞാൻ ആദ്യം മുതലേ സൂചിപ്പിച്ച പോലെ മനുഷ്യവാസ പ്രദേശങ്ങളിൽ ഈ പറയുന്ന ഇരയായിട്ടുള്ള പ്രധാനമായിട്ടുള്ള എലി പോലുള്ള സാധനങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവരുണ്ട്. അതിപ്പോ വനമാണെങ്കിലും വനം എന്നോ അല്ലെങ്കിൽ മനുഷ്യവാസ പ്രദേശം എന്നോ അല്ലെങ്കിൽ നാട് എന്നുള്ളൊരു വ്യത്യാസം ഇല്ല. ഇപ്പം ഇവിടെ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ വീട് തൃശ്ശൂർ ടൗണിലാണ്, ചെമ്പുക്കാവിലാണ് വീട്. ഈ ടൗണിൽ ഇപ്പൊ എന്റെ വീട് ഇരിക്കുന്ന ഒരു പ്രദേശവും അതിന് അടുത്തൊരു ലൈനുണ്ട്. ഈ 2 പ്രദേശങ്ങളും വർഷത്തിലൊരിക്കൽ എന്റെ സുഹൃത്ത് ജോജുവോ ഞാനോ ഞങ്ങൾ സീസണിൽ വർഷത്തിൽ എപ്പോഴെങ്കിലും പ്രധാനമായിട്ടും മഴക്കാലത്തോ അല്ലെങ്കിൽ വേനൽക്കാലത്തോ നമ്മൾ ഒരു മൂർഖനെങ്കിലും പിടിക്കും, വലിയ മൂർഖനെ. അതിനെ പിടിക്കും, അത് വനംവകുപ്പിന് കൈമാറും, വനംവകുപ്പ് കടനകത്ത് കൊണ്ട് റിലീസ് ചെയ്യുന്നു. പക്ഷെ എല്ലാ വർഷവും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരെണ്ണത്തിനെ അവിടെ നിന്ന് മാറ്റുമ്പോൾ അടുത്ത ആള് ആ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ ഇത് ഈ പ്രജനനത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇണചേരുന്നതെല്ലാം പലപ്പോഴും ഈ പറയുന്ന നവംബർ ഡിസംബർ കാലയളവിൽ നടക്കും, അല്ലെങ്കിൽ ജാനുവരിയിലൊക്കെ നടക്കും. ഇപ്പം 30 മുതൽ 60-90 ദിവസം വരെ എടുത്ത് മുട്ടകൾ വിരിയുന്നതായിട്ടുള്ള സമയമുണ്ട്. അപ്പൊ ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്നത് പ്രധാനമായിട്ടും ഈ മാർച്ച് അവസാനം ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ് കാണുന്നത്. അപ്പം ആ സമയം ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതൊരു വസ്തുതയാണ്. ഓക്കെ, താങ്ക് യു. സന്ദീപ്, ഗുഡ് ഈവനിങ്. ബേസിലാണ്. പറയൂ. സന്ദീപ്, ഒരു വനത്തിനെ കുറിച്ചാണ് ഒരു സംശയമുള്ളത്. നമ്മൾക്കിപ്പോ വി ഹാവ് ന്യൂറോടോക്സിക് ബൈറ്റും ഹീമോടോക്സിക് ബൈറ്റ്സ് ഒക്കെ വരുമ്പോ ഈ ആന്റി വെനം ഇസ് ഇറ്റ് ദ സെയിം ഫോർ ഓൾ ദീസ് ബൈറ്റ്സ് ഓർ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫോർ ഓൾ ദ ഡിഫറെന്റ് സ്നേക്സ്? ഓക്കെ, സോ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സിനാരിയോയില് വെനമസ് ആയിട്ടുള്ള ബിഗ് 4-ൽ പെട്ട നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ 4 പാമ്പുകൾക്ക് മാത്രമേ ഈ ആന്റിവെനം എഫക്റ്റീവ് ആവുള്ളൂ. അപ്പൊ ഈ ബിഗ് 4-ൽ 2 ന്യൂറോടോക്സിക്കും 2 ഹീമോടോക്സിക്കും ആണ്. ഇവരുടെ വിഷം ഒരു കോക്ടെയിലാക്കി മിക്സ് ചെയ്തിട്ടാണ് കുതിരയിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. കുതിരയിൽ നിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മളിൽ കുത്തിവെക്കുന്നത്. അപ്പൊ വെദർ ഇറ്റ്സ് ന്യൂറോടോക്സിക് ഓർ ഹീമോടോക്സിക് ദാറ്റ് ഡസന്റ് മാറ്റർ, ആന്റി സ്നേക്ക് വെനം ഇസ് 1. അപ്പം ഈ 4-ൽ പെടാത്ത, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹംനോസ് വിറ്റോപ്പറിന്റെ ബൈറ്റ് ഉണ്ടാവുന്നു. അപ്പൊ അതിനൊരു സ്പെസിഫിക് അല്ലെങ്കിൽ ഈ 4-ലേക്ക് ഇതും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള പഠനം നടക്കുന്നു. അതല്ല ഇപ്പൊ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ നയ കൗത്തിയ എന്ന് പറയുന്ന മോണോക്കോൾ കോബ്ര, അതല്ലെങ്കിൽ ഇപ്പൊ ബാൻഡഡ് ക്രേറ്റ് അല്ലെങ്കിൽ സിന്ധ് ക്രേറ്റ്, അപ്പൊ ഇത്തരത്തിലുള്ള മറ്റു പാമ്പുകളെയും ഉൾപ്പെടുത്തണം എന്നുള്ള പോലെ കേരളത്തിനും അത്തരത്തിലുള്ള ഇതുണ്ട്. അപ്പോൾ ന്യൂറോടോക്സിക് ആണോ ഹീമോടോക്സിക് ആണോ എന്നുള്ള വ്യത്യാസം ഇല്ലാതെ ആന്റി സ്നേക്ക് വെനം ഇസ് ലൈക്ക് വൺ സിംഗിൾ ഡ്രഗ്. ഓക്കെ, താങ്ക് യു. ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടെ. നമ്മളുടെ ഈ കിങ് കോബ്ര നെസ്റ്റ് ഉണ്ടാക്കുന്നെന്ന് കേട്ടിട്ടുണ്ടല്ലേ? അപ്പോ അതുപോലെ വേറെ ഏതെങ്കിലും സ്നേക്സ് ഇതുപോലെ നെസ്റ്റ് ഉണ്ടാക്കുന്നതുണ്ടോ? അതായത് ഇങ്ങനെ കരിയില കൂട്ടി കൂട്ടിയിട്ട് മുട്ടയെ ഗാർഡ് ചെയ്യുന്ന ഒരു സ്വഭാവം കിങ് കോബ്രയ്ക്കാണ് പ്രധാനമായിട്ട് പറയുന്നത്. എന്നിരുന്നാലും പലപ്പോഴും നമ്മുടെ റെസ്ക്യൂ ചെയ്യുന്ന ആളുകൾ നമ്മളടക്കം പോകുമ്പോൾ ഇപ്പൊ മലമ്പാമ്പ് മുട്ടയിട്ട് അതിനടുത്തിരിക്കുന്നതായിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ട്, മൂർഖൻ മുട്ടയിട്ട് അതിനകത്ത്. പക്ഷെ ഇവരൊന്നും കൂടൊന്നും കൂട്ടുന്നതല്ല, മാളത്തിനകത്തോ മറ്റെന്തെങ്കിലും കണ്ടീഷൻസിലോ മുട്ടയിട്ട് അതിനടുത്ത് തന്നെ ഇരിക്കുന്നതായിട്ടുള്ള ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. ഇനി അതിൽ വേറൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ഇപ്പം റീസെന്റ് നമ്മുടെ ഒരു സുഹൃത്തിന് ഇവിടെ തൃശ്ശൂർ ജോജു എന്ന് പറയുന്ന സർപ്പേഡന്റെ മാസ്റ്റർ ട്രെയിനറുള്ള ജോജു ഒരു സ്ഥലത്ത് പോവുകയും അവിടെ ചെന്നൊരു മലമ്പാമ്പിനെ കണ്ടുപോയി എടുത്തു കഴിഞ്ഞപ്പോൾ മലമ്പാമ്പ് മുട്ടയിട്ടിരിക്കുന്നു. 3-4 സെറ്റ് മുട്ട, മൂർഖന്റെ മുട്ട, മൂർഖൻ ഇത്തരത്തിലുള്ള നമ്മൾ കണ്ടു. അപ്പൊ ഇത് ഐഡിയൽ ആയിട്ട് അൺഅറ്റൻഡഡ് ആയിട്ട് വളരെ മോശമായിട്ടിരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ ആ കണ്ടീഷനകത്ത് ഈ പറയുന്ന പാമ്പുകളെല്ലാം ഈ ചൂടത്ത് അല്ലെങ്കിൽ ചൂട് തുടങ്ങുന്ന സമയത്ത് ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ പോയി ഇരുന്നത് കൂടി ആവണം. മുട്ട ഗാർഡ് ചെയ്തതാണോ എന്ന് എന്താ പറയാ, നമ്മൾ ശരിക്കും ഒരു എക്സ്പെരിമെന്റലി ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. Okay, thank you so much, Sandeep, and your presentation was very informative and awareness creating. Much appreciation. Thank you. Sir, എന്റെ പേര് ജസീറാണ്, കാസർഗോഡിൽ നിന്നാണ്. അപ്പോ ചില വൈൽഡ് ആനിമൽസിൽ മോർഫിംഗ് കാണാറുണ്ട്. ഇപ്പൊ ബേർഡ്സിന്റെ കേസിലാണെങ്കിൽ ബേർഡ്സിൽ മോർഫിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മളെ ജാക്കിൾ എടുക്കുകയാണെങ്കിൽ ജാക്കിൾസിലും മോർഫിംഗ് എന്ത് കാണുന്നുണ്ട്? സോറി, എനിക്ക് ക്ലിയർ ആയില്ല. അതായത് ഇപ്പോ ബേർഡ്സിന്റെ കേസിൽ ഹൈബ്രിഡ് സ്പീഷീസ് വരാറുണ്ട്. ഇപ്പൊ ജാക്കിളിന്റെ കേസിലാണെങ്കിലും ഹൈബ്രിഡ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ സ്നേക്കിന്റെ കേസിൽ ഹൈബ്രിഡ്സ് വരാറുണ്ടോ?
സ്നേക്കിന്റെ കേസിൽ നാച്ചുറൽ ഹൈബ്രിഡ്സ് വളരെ റയർലി റിപ്പോർട്ടഡ് ആണ്. അതല്ലാതെ ടാർഗറ്റഡ് ആയിട്ട് ബ്രീഡ് ചെയ്തിട്ടുള്ള പല ഹൈബ്രിഡ്സ് തന്നെ ഒരുപാട് പല സ്ഥലങ്ങളിലും ഉണ്ട്. നാച്ചുറലി ഹൈബ്രിഡ്സ് വെരി റയർലി റിപ്പോർട്ടഡ്. അപ്പോ ഈ ഹൈബ്രിഡിന്റെ വെനം എന്ന് പറയുന്നത് ഹൈലി പോയിസണസ് ആയിരിക്കും. അതായത് നല്ല രണ്ട് ബിഗ് ഫോർ തന്നെ രണ്ടെണ്ണം ഹൈബ്രിഡ് ആയാൽ അതിൽ ഹൈലി പോയിസണസ് ആയിരിക്കുമോ? അത്തരത്തിലുള്ള പഠനങ്ങളൊന്നുമില്ല, അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. Again, snakes are venomous, not poisonous. വളരെ അപൂർവമായിട്ട് ചില പാമ്പുകൾ മാത്രമാണ് പോയ്സണസ്. അത് ഞാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. വെനം ആൻഡ് പോയ്സൺ ആർ 2 ഡിഫറെന്റ് തിങ്സ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, നമുക്ക് സംശയങ്ങൾ ചോദിക്കുന്നവര് പെട്ടെന്ന് ചോദിക്കണം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് സന്ദീപുമായിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂസ് മറ്റു ചില ഇതിൽ എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, സിസീലിന്റെ വായി പല്ലുണ്ടോ? ആരുടെ വായില്? സിസീലിയൻ. ഓക്കെ, സിസീലിയൻസിന്റെ വായില് നിറയെ പല്ലുണ്ട്. അവരുടെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, 2 റോ ഷാർക്കുകളുടെ പോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പല്ലുകളുണ്ട്. ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദി സൊല്യൂഷൻ ഫോർ അമ്നോസ് പിറ്റ് വൈപ്പേഴ്സ്? കേൾക്കാമോ? കേൾക്കാം. അമ്നോസ് പിറ്റ് വൈപ്പേഴ്സിനെ ഇപ്പം നമുക്ക് പരിചയമുള്ളതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാനൊരു കേസ് പറയണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയേഷിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് വളരെ എഫിഷ്യന്റ് ആയിട്ട് അമ്നോസിന്റെ അല്ലെങ്കിൽ മറ്റു പിറ്റ് വൈപ്പറിന്റെ ബൈറ്റ്സ് മാനേജ് ചെയ്യുന്നത്. അവിടെ ചില കേസുകളിൽ അപൂർവമായിട്ട് അവർ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, അല്ലാത്തതിൽ അവർ ഒബ്സർവ് ചെയ്ത് വേണ്ടി വന്നാൽ മാത്രം ഈ പറയുന്ന പോലെ പ്ലാസ്മ ട്രീറ്റ്മെന്റോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നതായിട്ട്. അപ്പം അതിനൊരു ആന്റി സ്നേക്ക് വെനം ഡെവലപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഗവേഷണങ്ങൾ പലതും നടക്കുന്നുണ്ട്. സന്ദീപേട്ട, ഒരു സംശയം. സന്ദീപേട്ട, പറയൂ പ്ലീസ്. ഈ ഗംബൂട്ട് യൂസ് ചെയ്യുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആണ്? നമ്മുടെ ഫീൽഡിൽ പോകുന്ന സമയത്തായാലും പുറത്ത് ഈ പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഗംബൂട്ട് യൂസ് ചെയ്യുന്നത്, ആ ഗംബൂട്ടിനെ അതും മറികടന്നിട്ട് അതിന്റെ ബൈറ്റ് ഉള്ളിലേക്ക് വരുമോ? അതായത് അത്ര സ്ട്രോങ് അല്ലാത്ത ഗംബൂട്ടൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കണം. അതർവൈസ് ഗംബൂട്ട്സ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഫീൽഡിൽ സംബന്ധിച്ചിടത്തോളം വനപ്രദേശങ്ങളിൽ പലപ്പോഴും അത്തരത്തിൽ ഡെഡ്ലി ആയിട്ടുള്ള സാധനങ്ങളില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. എന്നിരുന്നാലും ഗംബൂട്ട്സ് ആർ ഓൾവേസ് സേഫ്. അപ്പം പ്രധാനമായിട്ടും ഇപ്പൊ ഹംനോസ് പോലെയുള്ള കേസുകളിൽ വനത്തോട് ചേർന്ന് എടുക്കുന്ന പ്രദേശങ്ങളിൽ ഇപ്പം റബ്ബർ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഇപ്പൊ അഗ്രികൾച്ചർ ഫീൽഡ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം ഇത് ഗംബൂട്ട്സ് യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഇത്തരത്തിലുള്ള ബൈറ്റ്സ് പ്രിവെന്റ് ചെയ്യാനായിട്ട്. അത് വലിയൊരു ശതമാനം അത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് പാൻസ് യൂസ് ചെയ്യുന്നത്, നമ്മൾ മുണ്ടിലുപരി പാൻസ് യൂസ് ചെയ്യുന്നത് ഈ പറയുന്നത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ബോഡി ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് പലപ്പോഴും പ്രിവെന്റ് ചെയ്യും. സന്ദീപ് സാർ, ഇത് ഗംബൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരു മിനിറ്റ്, നമ്മൾ സാധാ ഷൂ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഗംബൂട്ട് പോലെ നമ്മളെ കാലിന്റെ മേലേക്ക് കവർ ചെയ്ത് നിൽക്കുന്ന ഭാഗം ഇല്ലാത്ത ഷൂ യൂസ് ചെയ്യുന്നതും തമ്മിൽ ഈ ഏത് പാമ്പാണ് ഇപ്പൊ വൈപ്പർ പോലെയുള്ള പാമ്പുകൾ എത്രത്തോളം ഹൈറ്റിൽ കടിക്കാൻ സാധ്യതയുണ്ട്? അത് നമ്മൾ എപ്പോഴും ഗംബൂട്ട്സ് ആണ് ഏറ്റവും, അപ്പം ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ ഗംബൂട്ട് ആണോ ഷൂസ് ആണോ എന്നുള്ള ഗംബൂട്ട്സ് ആണ് നല്ലത്. രണ്ടാമതേ ഷൂസ് വരുന്നുള്ളൂ. അതായത് ഇപ്പം പലപ്പോഴും ചവിട്ടുമ്പോഴൊക്കെയാണല്ലോ കടി വരുന്നത്. അപ്പൊ ചവിട്ടുമ്പോൾ അതിങ്ങനെ വളഞ്ഞ് നമ്മളെ കാൽപാദത്തിലാവണം എന്നില്ല, മുട്ടിനോട് ചേർന്ന് അല്ലെങ്കിൽ മുട്ടിനോട് താഴ്ന്നുള്ള പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും കടികൾ വരാൻ സാധ്യത. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്തെങ്കിലും സംശയമുള്ളവർക്ക് ചോദിക്കാം. സന്ദീപ്, ഒരു ചോദ്യം മെസ്സേജിൽ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു,
പരിണാമം അനുസരിച്ചിട്ട് ആദ്യം വിഷമുള്ള പാമ്പുകളാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വൈകി കയറിയോണ്ടായിരിക്കും. 100-145 ദശലക്ഷം വർഷം മുന്നേ ആദ്യമായിട്ടുണ്ടായ പാമ്പുകളിൽ വിഷം ഉണ്ടായിരുന്നില്ല. വളരെ അടുത്ത കാലത്ത്, അതായത് ഏതാണ്ട് 20 ദശലക്ഷം to 30 ദശലക്ഷം വർഷം മുന്നെയാണ് വിഷമുള്ള പാമ്പുകൾ പരിണമിച്ചിട്ടുള്ളത്. സാർ, ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ കടി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കയറൊക്കെ വലിച്ചു കെട്ടണമെന്നോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് ഓക്കെ ആണോ? ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു തരത്തിലുള്ള കെട്ടലോ വലിച്ചു കെട്ടലോ കഴുകലോ ഒരു പരിപാടിയും പാടില്ല. കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോവുക. നമ്മള് ടൂർണിക്കയോ ഒരു തരത്തിലുള്ള കെട്ടലോ സംഗതികളോ ചെയ്യാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോവുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. സന്ദീപേട്ട, 1-2 ചോദ്യങ്ങൾ മെസ്സേജിൽ വരുന്നുണ്ട്. Is the same procedures followed for? Yes. പാമ്പുകളെ ഫാമിലികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉണ്ട്. ഒരുപാട് ഫാമിലികളുണ്ട്. കൊളൂബ്രിഡേ, ഇലാപ്പിഡേ, പിന്നെ നമ്മുടെ ടിഫലോപ്പിഡേ, ബോവിഡേ, ഒരുപാട് ഫാമിലികളുണ്ട്. നമുക്ക് സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഏതാണ്ട് 1.5 മണിക്കൂറിൽ കൂടുതലായി നമ്മുടെ വെബിനാർ പരിപാടി. അപ്പോൾ ഇനി വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാവുന്ന ഇന്റർവ്യൂസ് ട്രൂ കോപ്പി തിങ്ക് പോലുള്ള ഓൺലൈൻ മീഡിയകളിൽ വന്നിട്ട് സന്ദീപ് ദാസിന്റെ തന്നെ മറ്റും ഒരുപാട് ഇന്റർവ്യൂകളുണ്ട്. അതിനെ ആശ്രയിക്കാം. പിന്നെ സർപ്പ ആപ്പ് ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ്. എന്റെ വാട്സ്ആപ്പ് നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാൻ കുഴപ്പമില്ല. കിട്ടിയില്ലെങ്കിൽ ഒന്ന് വാട്സ്ആപ്പ് ഇട്ടാൽ മതി. മോർ ദാൻ ഹാപ്പി ടു ആൻസർ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അരുൺ, ഓക്കെ. അപ്പൊ നന്ദി പറയാൻ വേണ്ടി വോക്ക് വിത്ത് വീസ് മെമ്പറായ ലതിക ടീച്ചറെ ക്ഷണിക്കുകയാണ്. ഓക്കെ. അപ്പോ ഈ അടുത്ത് നടന്ന ചില പാമ്പുകടി മരണത്തെ തുടർന്ന് മീഡിയകൾ ജനങ്ങളിൽ ഒരുപാട് ഭീതി ജനിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തില് വോക്ക് വിത്ത് വീസി എന്ന ഞങ്ങളുടെ സോഷ്യൽ മീഡിയ കൂട്ടായ്മ എടുത്തൊരു നല്ല തീരുമാനമായിരുന്നു പാമ്പുകളെ കുറിച്ചുള്ളൊരു ക്ലാസ്. അതെടുക്കാൻ കേരളത്തിലെ പ്രശസ്തനായ ഹെർപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് ദാസിനെ തന്നെ കിട്ടിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ക്ലാസ് ഒരുപാട് സമയം എടുത്തു. ഞാനും കൂടുതൽ നീട്ടുന്നില്ല. ക്ലാസ് എടുത്തതിൽ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. കൂടെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും നന്ദി. നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി. ശുഭരാത്രി. Thank you so much. Good night. Thank you. Thank you.